കാമദേവൻ ദഹിപ്പിച്ചത് അദ്ദേഹം മോഹിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ രൂപലാവണ്യത്തിൽ കണ്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല കഥയുടെ പൊരുൾ. ഇത്തരത്തിൽ വികൃതമായിരിക്കുന്ന കഥയെ വെറുതെ ആരാധിക്കലല്ല നമ്മുടെ ജോലി. പാട്ടുപാടുന്നവരും കഥാകൃത്തുക്കളും കവികളും എല്ലാം തന്നെ ഈ ഭാഗത്തോ ആ ഭാഗത്തോ എവിടെയും ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെ മലർന്നു കടന്നു തൂപ്പി നമ്മുടെ ഈ കഥകളെല്ലാം തന്നെ വികൃതമാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്ണു പ്രസംഗിക്കുകയോ ചോദ്യം ഉന്നയിക്കുകയാണ്. വിഷ്ണു എന്ന് പറയുന്ന കഥാപാത്രം ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന വാസുദേവൻ അദ്ദേഹം ഒരു സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അതിൽ ഭ്രമിച്ച് ശിവന്റേതായുള്ള രേതസ് സ്കരിച്ച് അത് ഗർഭപാത്രമില്ലാത്ത ഒരുത്തന്റെ എവിടെ പറ്റിപ്പിടിച്ചു ആവോ. കഥയ്ക്ക് കൊള്ളാം, കാര്യത്തിന് കൊള്ളില്ല. ഓം ക്രോം നമഃപരായ ഗോത്രേ. ഓം ക്രോം നമഃപരായ ഗോത്രേ. അയ്യപ്പ തത്വവും സത്യവും എല്ലാം തന്നെ ആധുനിക കാലത്ത് വികലമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പസത്രം 6ാമത് നടത്തുമ്പോൾ പൂജനീയ ത്രയക്ഷര ചൈതന്യ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇവിടെ സന്നിഹിതരാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ കിണഞ്ഞ പരിശ്രമത്തിൻ്റെ ഫലമായി ക്രോഡീകരിക്കപ്പെട്ട അയ്യപ്പ ഭാഗവതം കേരളക്കരയിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ അയ്യപ്പ ഭാഗവതം ഒരു യജ്ഞമായിട്ട് നടത്താൻ എൻ്റെ നാട്ടിലെ തിരുമുപ്പം എന്ന് പറയുന്ന 108 ശിവാലയങ്ങളിലൊന്ന് അവിടെ വെച്ച് നടത്താനുള്ളൊരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടിയിരുന്നു. ഏതായാലും യശസ്വരീയമായിട്ടുള്ള പൂജനീയ ത്രയക്ഷര ചൈതന്യ അദ്ദേഹത്തിൻ്റെ പരിപൂർണ സാന്നിധ്യം ഈ യജ്ഞവേദിയിലും സത്രവേദിയിലും എല്ലായിടത്തും ഉണ്ടാകും. തികഞ്ഞ ഭക്തൻ മാത്രമല്ല, നിഷ്ഠയ്ക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന നിഷ്കിഞ്ചനപ്രിയനായിരിക്കുന്ന മൂർത്തിയെ ഏത് രീതിയിൽ വേണം ആരാധിക്കാൻ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാഴ്ചവെച്ച അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അയ്യപ്പൻ നമ്മൾ പറയുന്നത് ആനന്ദമൂർത്തി എന്നാണ്. അദ്ദേഹം അവരാണ്ട മൂർത്തിയും കൂടിയാണ്. ആനന്ദമൂർത്തി എന്ന് പറയുമ്പോൾ ആനന്ദം അലതല്ലുന്ന രീതിയിലേക്ക് നമ്മളെ നയിക്കുകയും ആഹ്ലാദഭരിതമായിട്ടുള്ള ജീവിതം, ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനം ഇതെല്ലാം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ആ ഈശ്വര ചൈതന്യം അറിഞ്ഞ് സേവിക്കുന്നവർക്കാണ് ആനന്ദമൂർത്തി. തോന്യാസം കാണിച്ചുകൊണ്ട് അറിയാതെ സേവിക്കുന്നവർക്ക് അവരാണ്ടമൂർത്തിയുമാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ സങ്കേതത്തിലേക്ക് ഇടിച്ചു തള്ളി കയറാൻ വേണ്ടിയിട്ട് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തണ്ടും തൻ്റെ ഇടവും കാണിച്ചുകൊണ്ട് ചപ്പും ചവറും എല്ലാം തന്നെ തലയിൽ വെച്ച് കെട്ടിപ്പോയ അത്തരത്തിൽ ഏറ്റവും ദുഷിച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. നിഷ്ഠയ്ക്ക് വളരെ പ്രാധാന്യമുള്ള അയ്യപ്പസ്വാമി പ്രത്യേകിച്ചും ഒരു മണ്ഡലകാലം നിരന്തരം ബ്രഹ്മചര്യദീക്ഷ, അതുപോലെ എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ കഠിനമായിട്ടുള്ള വ്രതത്തിന് ആവശ്യമാണോ അതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മാലയിട്ട് ശബരിമലയ്ക്ക് നമ്മൾ നടന്നു നീങ്ങുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള രീതി അനുസരിച്ച് 41 ദിവസക്കാലം ശബരിമല ദർശനത്തിനുള്ള സന്ദർഭമല്ല, അത് വ്രതാനുഷ്ഠാനങ്ങൾക്കുള്ളതാണ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ചുരുങ്ങിയത് 22 ദിവസമെങ്കിലും പാടുപെട്ട് കടന്നു കയറി എരുമേലിയിൽ കൂടെ കരിമലയും നീലിമലയും ഇതെല്ലാം തന്നെ താണ്ടിയിട്ട് വളരെ പാടുപെട്ട് പുലിയെയും മറ്റും പേടിച്ച് വനാന്തരങ്ങളിലൂടെ ഇങ്ങനെ കൂട്ടമായി ശരണം വിളിച്ചുകൊണ്ട് അത്തരത്തിൽ മകരവിളക്കിന് ചെല്ലുന്നൊരു സമ്പ്രദായമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം അയ്യപ്പൻ എന്ന് പറയുന്ന സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തപസ് ആവശ്യമാണ് എന്ന സംഗതിയാണ്. തപസ്സിലൂടെ അല്ലാതെ ഈശ്വരനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കരിമനയാതെ മീൻ പിടിക്കാം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട എന്ന് ചുരുക്കം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് ചീട്ടാക്കി പുഷ്പാഞ്ജലി നടത്തി പ്രസാദവും വാങ്ങി തിരിച്ച് ഓടിപ്പോകുന്ന ശൈലി അത് വാസ്തവത്തിൽ തപസ്സിന്റെയോ ഉപാസനയുടെയോ ഭാഗമല്ല. എല്ലാ തരത്തിലും മന്ത്രദീക്ഷയും അതോടൊപ്പം തന്നെ ഉപാസന വൈദഗ്ധ്യവും ഇതെല്ലാം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് നേടേണ്ടതായ സംഗതി 41 ദിവസക്കാലത്തെ കഠിനവ്രതത്തിലൂടെ നാം നടത്തുകയാണ്. ചന്ദ്രമാസം എന്ന് പറയുന്ന 27 ദിവസത്തെ
12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആ സംഖ്യ 365 എന്ന് പറയുന്ന ഒരു വർഷത്തിന്റെ ആനുവൽ ആയിരിക്കുന്ന ആ ദിവസങ്ങളും തമ്മിലുള്ള അന്തരം, അതാണ് ഒരു മണ്ഡലം, 41 ദിവസം. ഈ മണ്ഡലക്കാലമെല്ലാം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വൃശ്ചികം 1 മുതൽ മകരം വരേക്ക് എന്ന് പറയുമ്പോൾ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം ഈ 4 മാസക്കാലം കഴിഞ്ഞ് ചാതുർമാസം എന്ന് പറയുന്ന 4 മാസക്കാലം, മഴക്കാലം, ഓടിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്യാസിമാർ പോലും ഒരിടത്ത് ഗൃഹസ്ഥാശ്രമിയുടെ സഹായത്തോടുകൂടി ഒരിടത്ത് കുത്തിയിരുന്നു കൊണ്ട് ഉപാസനയ്ക്ക് കൂടുതൽ ആക്കവും തൂക്കവും കൊടുക്കുന്ന ചാതുർമാസ്യം കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൃശ്ചികം 1 മുതൽ മകരം 1 വരേക്കുള്ള 2 മാസക്കാലം ഉപാസനയ്ക്ക് വിധേയരാകുകയാണ് നമ്മൾ. കേരളക്കരയിൽ പ്രത്യേകിച്ചും അയ്യപ്പനെ ദീക്ഷ എടുത്തുകൊണ്ട് ഉപാസിക്കാൻ തുടങ്ങുന്നു. മകരവിളക്ക് എന്ന് പറയുമ്പോൾ മകരമാസത്തിലേക്ക് സൂര്യന്റെ പ്രയാണമാണ്. ധനു കഴിഞ്ഞിട്ട് മകരസംക്രമം എന്ന് പറയുന്ന സുദിനത്തിൽ മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുമ്പോൾ ഉദിക്കുന്ന ജ്യോതിസ് അതിങ്ങനെ കിഴക്കൻ ദിക്കിൽ കണ്ടുകൊണ്ട് നാം അത്തരത്തിലുള്ള ആ സുദിനത്തിലൂടെ കടന്നു കയറുന്നത് ഉപാസനയുടെ പ്രാഗൽഭ്യവും വൈഭവവും ഇതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇതെല്ലാം തന്നെ വിട്ടുപോയി. അപ്പോൾ എല്ലാ തരത്തിലും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് വ്യത്യസ്ത മൂർത്തികളുണ്ട്. ആ മൂർത്തിഭേദങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇവിടെ വന്നു നോക്കിയാൽ പോലും ഗണപതിയെ കാണാം, ഭഗവതിയെ കാണാം, ശിവനെ കാണാം, ആദിത്യനെ കാണാം. ഇതുപോലെ എത്രയെത്ര മൂർത്തിഭേദങ്ങളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഇവയെല്ലാം തന്നെ ഈശ്വരനിലേക്കുള്ള മാർഗങ്ങളാണ്. ദേവതകൾ ഈശ്വരനല്ല. അപ്പൊ ഈ മൂർത്തികളായിട്ടും ദേവതകളായിട്ടും നമ്മൾ ആരാധിക്കുന്നത് ഈശ്വരനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ഹൈന്ദവ മതവിശ്വാസികളെ ബഹുദൈവ ആരാധകരായിട്ട് ചിത്രീകരിച്ചത്. കാഫറായിട്ടും അവിശ്വാസിയായിട്ടും ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന കൂട്ടരെ ബിംബം വെച്ച് പൂജിക്കുകയും അനവധി ഈശ്വരന്മാരെ ഉപാസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വികൃതമായിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞത്. ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്ന് ഉദ്ഘാടന വേളയിൽ ഗവർണർ സൂചിപ്പിച്ചത് അത് മനസ്സിലിട്ട് അയവിറക്കിക്കൊണ്ട് സത്തായിട്ടുള്ളതൊന്നു മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേയുള്ളൂ, പക്ഷേ പലതായിട്ട് പറയപ്പെടുന്നു എന്ന് മാത്രം. അതേ രീതിയിൽ ഇവിടെയും അയ്യപ്പൻ എന്ന് പറയുന്ന തത്വത്തിലൂടെ, സത്യത്തിലൂടെ നാം കടന്നു കയറുന്നത് ഈശ്വരനിലേക്കാണ്. ഒന്ന് നമുക്ക് കടന്നു ചിന്തിക്കാം. ശിവന്റെ രേതസ്സാണ് അയ്യപ്പൻ. ശിവരേതസ് എന്ന് പറയുമ്പോൾ കൈലാസനാഥനായിട്ടുള്ള ശിവൻ രുദ്രന്റെ ആവിർഭാവത്തോടു കൂടി വീണ്ടും ഉയർന്നു കയറിയ സങ്കേതമാണ് കൈലാസം. രുദ്രൻ അവതരിക്കുന്ന ചിന്തിച്ചു നോക്കുക. ബ്രഹ്മാവ് തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ രുദ്രൻ. രുദ്രനോട് വീണ്ടും സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായി. അനവധി രുദ്രന്മാരെ ഇങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്താൻ പറഞ്ഞുകൊണ്ട് ആ രുദ്രന്മാർക്ക് അത്രയും വെച്ചുകൊണ്ട് നിർത്തിയപ്പോൾ ആദിയിൽ നീലലോഹിതൻ എന്ന പേരിൽ ബ്രഹ്മദേവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പ്രാദുർഭവിച്ച രുദ്രൻ കൈലാസത്തിലേക്ക് പോയി ഗുരുവായിട്ട് വർത്തിക്കുകയാണ് ശിവപുരാണത്തിന്റെ രീതി അനുസരിച്ച്. ഏതായാലും അത്തരത്തിൽ രുദ്രൻ അവതരിക്കുന്നത് ആജ്ഞാചക്രം എന്ന് പറയുന്ന നെറ്റിത്തടത്തിൽ നിന്നാണ്. നെറ്റിത്തടത്തെ നമ്മൾ കാണുന്നത് ലളിതാ സഹസ്രനാമത്തിലൂടെ ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനിയുന്നു. അപ്പോൾ രുദ്രന്റെ ഗ്രന്ഥിയായിരിക്കുന്ന ആജ്ഞാചക്രം, നെറ്റിത്തടം, ബാലനേത്രം, അവിടെ ഉത്ഭവിക്കുന്ന രുദ്രൻ, ആ രുദ്രനും അതുപോലെ ചിത്തത്തിന്റെ അധിപതിയായിരിക്കുന്ന വിഷ്ണുവും തമ്മിൽ സമ്മേളിച്ച് ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂർത്തി രൂപം ഭാവം സൃഷ്ടമാകുകയാണ്. അതാണ് അയ്യപ്പൻ അഥവാ മണികണ്ഠൻ. കേരളക്കരയിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പ്രചരിക്കുന്ന ഒരു സ്കന്ധപുരാണ അന്തർഗതമായിട്ടുള്ള ഒരു ഭാഗത്ത് അവരും പറയുന്നുണ്ട്, കാവേരിയുടെ നദീതീരത്ത് മണികണ്ഠൻ എന്ന പേരുള്ള ഒരു കുട്ടിയെ കണ്ടു എന്നും അതിങ്ങനെ വളർന്ന് ശാസ്താവായി എന്നും ഒരു കഥ അവിടെയും പ്രചരിക്കുന്നുണ്ട്. പന്തള രാജാവ് കണ്ട പമ്പാതീരത്തെ മണികണ്ഠനെ പോലെ തന്നെ കാവേരി തീരത്തും. കാവേരി തീരത്തിൽ ഉത്ഭവിച്ച ഈ മണികണ്ഠനാണെങ്കിൽ വളർന്ന് വലുതായി ശാസ്താവ് എന്നുള്ള ആ ഭാവത്തോടുകൂടി ദേവലോകത്ത് ചെന്ന് ദേവലോകത്ത് ഇന്ദ്രൻ തിരോധാനം ചെയ്തപ്പോൾ, ഇന്ദ്രൻ ഒളിവിലായപ്പോൾ ഇന്ദ്രപത്നിയെ ആക്രമിക്കുന്ന അജാമുഖി എന്ന് പറയുന്ന ശൂരപത്മാസുരന്റെ സഹോദരിയെ വിരൂപയാക്കുന്ന രംഗം ആ പുരാണത്തിൽ കാണാം. അതേ ശൈലിയിൽ തന്നെ ഇവിടെ കാവേരി നദീതീരത്തിൽ ഉത്ഭവിച്ച മണികണ്ഠനെ പോലെ പമ്പാതീരത്തുണ്ടായ ആ കുട്ടി മണികണ്ഠൻ ഇവിടെയും മഹിഷിയെ മർദ്ദിക്കുന്നത് നാം ഇവിടുത്തെ കഥാകോളങ്ങളിൽ കാണുന്നു.
ഇങ്ങനെ പരസ്പര അനവധി കഥകളും അനവധി കാര്യങ്ങളുമുള്ള ഈ സങ്കേതത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രുദ്രൻ എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നി തന്നെയായ സ്വയം തേജസ്വറ്റ ജ്ഞാനത്തിന്റെ പ്രതീകമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ രേതസ്സാണ് അയ്യപ്പൻ. കളിയാക്കാൻ, മറ്റുള്ളവർക്ക് കളിയാക്കാൻ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന ഹിന്ദുക്കളായാലും ഇതര കവികളായാലും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായാലും അല്ലെങ്കിൽ യുക്തിവാദികളെന്ന് അഭിമാനിക്കുന്നവരും അവരെല്ലാവരും തന്നെ കളിയാക്കുന്ന രംഗത്തേക്ക് കിടക്കുകയാണ്. രേതസ്സിൽ നിന്ന് കുട്ടിയോ? നമ്മൾ കാണുന്ന ഈ രേതസ്സിന്റെ പ്രത്യേകത, ഒരു പുരുഷ രേതസ് സൃഷ്ടിയുടെ വൈഭവമാണ്. അതിനെ അഗ്നി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അഗ്നിയിലേക്ക് രേതസ് സ്കലിച്ചപ്പോൾ ശുഖബ്രഹ്മർഷി ഉണ്ടായത് കഥകളിലൂടെ നമുക്ക് കാണാം. വേദവ്യാസന്റെ സന്തതി ജനിക്കുന്നത് അഗ്നി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിയിലേക്ക് പതിച്ച അദ്ദേഹത്തിന്റെ രേതസ്സിൽ നിന്നാണ്. എന്തുകൊണ്ട് ഈ രേതസ് അഗ്നിയിൽ ദഹിച്ച് ഭസ്മമായില്ല? ആ രേതസ് എന്ന് പറയുന്ന അഗ്നിയും തമ്മിൽ സംയോജിച്ചുകൊണ്ട് ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന അഗ്നിസ്വരൂപനായിട്ടുള്ള ശുഖബ്രഹ്മത്തിന് ജന്മം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ കാണുമ്പോഴും മുരുകൻ എന്ന് പറയുന്ന സങ്കല്പം ഭഗവാൻ ശിവന്റെ രേതസ്സാണ്. എല്ലാ തരത്തിലും ശൂരപത്മാസുരനെ കൊണ്ടും താരകാസുരനെ കൊണ്ടും വീർപ്പോട്ടുന്ന ദേവന്മാര് ശിവന്റെ സന്തതി ഉണ്ടാകാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച പാർവതി പരിണയമണ്ഡം തന്നെ കഴിഞ്ഞ വേളയിൽ എല്ലാ തരത്തിലും ശിവനെ പ്രേരിപ്പിച്ചുകൊണ്ട് സന്തതിയുടെ ഉത്പാദനം സാധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശിവന്റേതായുള്ള രേതസ് സ്കലിച്ച് അത് ഭൂമിയിൽ വീണു എന്നൊരു കഥ ശിവപുരാണത്തിൽ, സ്കന്ദപുരാണത്തിൽ വ്യത്യസ്തമായിട്ടു. അപ്പൊ എല്ലാ തരത്തിലും അഗ്നിസ്വരൂപമായിരിക്കുന്ന ശിവന്റെ രേതസ് ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമിയെല്ലാം തന്നെ ചൊട്ട് ചാമ്പലാകുമെന്നുള്ള ആ പേടിയോടുകൂടി എല്ലാവരും ഇങ്ങനെ അന്താളിച്ചേക്കുമ്പോൾ അഗ്നി ഭഗവാൻ അതിനെ കൊത്തിവിഴുന്നുകയും അഗ്നിക്ക് പോലും നിക്കക്കളിയില്ലാത്ത വിധത്തിൽ അതിനെ എവിടെ നിക്ഷേപിക്കണമെന്ന് കരുതിയപ്പോൾ ദേവന്മാർക്ക് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയും, കാരണം അഗ്നിമുഖമാണ് ദേവന്മാരുടേത്. ഇങ്ങനെ ചിന്തോദ്ദീപകമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മുരുകന്റെ ആയാലും മറ്റിതര ദേവന്മാരുടെ ആയാലും സൃഷ്ടിക്രമത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലും ദേവന്മാരുടെ മുഖമായിരിക്കുന്ന അഗ്നി ഈ രേതസ് കൊത്തിവിഴുങ്ങിയപ്പോൾ ദേവന്മാരെല്ലാവരും ഗർഭം ധരിച്ച പോലെയായി എന്നും വീർപ്പുമുട്ടിയെന്നും അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് അവർ വാസ്തവത്തിൽ പാർവതീദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. ഏതായാലും സപ്തമാതൃക്കൾ, സപ്ത ഋഷീശ്വരന്മാര്, അവരുടെ ഭാര്യമാരെല്ലാവരും തീ കായുന്ന സമയത്ത് അരുന്ധതി ഒഴിച്ചുള്ള 6 പേരുടെ ശരീരത്തേക്ക് ഈ പറയുന്ന അഗ്നിശകലങ്ങൾ, രേതക്കണങ്ങൾ പ്രവേശിച്ചു എന്നും അതിനെ കുടഞ്ഞ് ഗംഗയിലേക്ക് ഇട്ടിട്ട് ആ രേതക്കണങ്ങളെല്ലാം തന്നെ ഒഴുകി താമരപ്പൂവിൽ ശരവണപ്പൊയ്കയിൽ വന്ന് പതിച്ചുകൊണ്ട് ആ രേതക്കണങ്ങൾ സാക്ഷാൽ മുരുകനായി തീർന്നു എന്നും അവിടെ ഒരു കഥ. ഈ കഥകളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ശാസ്താവിന്റെ ജന്മം എടുക്കുമ്പോൾ ശാസ്താവ് എന്ന് പറയുന്ന അയ്യപ്പസ്വാമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മണികണ്ഠൻ, ഈ മണികണ്ഠൻ എന്ന് പറയുന്ന തത്വവിശേഷവും ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രേതസ്സിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സാക്ഷാൽ ശിവൻ എന്ന് പറയുന്ന കാമദേവനെ ദഹിപ്പിച്ച, നല്ലപോലെ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള തത്വത്തെയും സത്യത്തെയും വെറുതെ തമാശക്കെടുത്തുകൊണ്ട് ഒരു വിഗ്രഹം മെനഞ്ഞെടുത്ത് അതിൻ്റെ തലവഴി നെയ്യും പാലും തൈരുമെല്ലാം തന്നെ കോരി ഒഴിച്ചുകൊണ്ട് അത്തരത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു പൂജയായിട്ട് മാറരുത് എന്ന് നമ്മൾ ഹിന്ദുക്കളാണ് എങ്കിൽ, സനാതനധർമ്മത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന തണ്ടും തൻ്റെ ഇടമുള്ളൊരു വിഭാഗമാണ് എങ്കിൽ, നമ്മുടെ സംസ്കാരത്തിന് സനാതനം എന്നൊരു പേര് ഉണ്ട് എങ്കിൽ, ഈ ആർഷ സംസ്കാരത്തിന്റെ ഉടമകളായിട്ടുള്ള നമ്മൾ വെറും വിഗ്രഹാരാധനയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നശിക്കരുത് എന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ രേതസ്സിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നത് കഥയെടുക്കുമ്പോൾ സകൽ പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മസ്വരൂപമായിരിക്കുന്ന ശിവപെരുമാൾ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി വന്നു പോലും. കൈലാസത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത്യുന്നത പദവിയിൽ ഇരിക്കുന്ന ആ ഈശ്വര സ്വരൂപം ഇറങ്ങി വരേണ്ട കാര്യം എന്താ എന്ന് ചിന്തിച്ചാൽ ആ കഥ സൂചിപ്പിക്കുകയാണ്. മോഹിനി വേഷം കെട്ടി സാക്ഷാൽ വാസുദേവൻ അസുരന്മാർക്ക് അമർന്നു കൊണ്ടുപോയ അമൃതത്തെ തിരിച്ചു കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന കഥ കേട്ടപ്പോൾ സുന്ദരിയായിട്ടുള്ള മോഹിനിയെ കാണാൻ വേണ്ടി കൊതിച്ചു എന്നും കഥയിലെ അരോചകത്വം. നിങ്ങൾ കുറേ ദിവസക്കാലം കേൾക്കാനിരിക്കുന്ന ആ കഥ മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നവരാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. മോഹിനിയെ കണ്ടിട്ട് ഭ്രമിക്കുന്നവനല്ല ഈ പറയുന്ന ശിവപെരുമാൾ. പാർവതീദേവി, അതീവ സുന്ദരിയായിരിക്കുന്ന പാർവതീദേവിയെ വേളി കഴിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പഞ്ചബാണൻ അല്ലെങ്കിൽ ഈ പറയുന്ന അനങ്കൻ എന്ന് പറയുന്ന കാമദേവൻ
അയാൾ എന്തെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു, അയാളെ ദഹിപ്പിച്ചവനാണ് ഈ പരമശിവൻ. കാമത്തെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാമക്രോധാദികൾ എന്ന് പറയുന്ന ഷഡ്വൈരികളെ മുഴുവൻ അതിക്രമിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിൽ ഉത്ഭവിക്കുന്ന അഗ്നിയായി പരിണമിച്ച ഈ ശ്രീ പരമേശ്വരൻ ഒരിക്കലും ഒരു സൗന്ദര്യത്തിന്റെ പിണിയാളായിട്ടോ അതിൽ പ്രേരക സ്വരൂപമായിട്ടോ വരികയില്ല. മോഹിനിയല്ല, അതിനപ്പുറമുള്ളൊരു സുന്ദരി വന്ന് തുള്ളിച്ചാടിയാൽ പോലും അനങ്ങാത്ത യോഗീശ്വരനായ ആദിയോഗിയായ അത്തരത്തിൽ ഈശ്വര വൈഭവം മുഴുവൻ മുറ്റുകൾക്കെന്ന് സംഹാരരുദ്രൻ അദ്ദേഹം ഒരിക്കലും ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെന്താണാവോ ഈ കഥയുടെ പൊരുൾ? രേതസിനെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അഗ്നി എന്നാണ്. അഗ്നി എന്ന് പറയുന്നത് യഥൈതംസി സമിത്വഗ്നർ ഭസ്മസാൽ ഗുരുദേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ ഗുരുദേ തഥ എന്നാണ് ഭഗവത്ഗീത പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകലതിനെയും നിങ്ങൾ ദഹിപ്പിക്കുക. അഗ്നിയുടെ പ്രത്യേകത എല്ലാത്തിനെയും ദഹിപ്പിച്ചുകൊണ്ട് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതേ രീതിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ ഗുരുദേ തഥ, കർമ്മങ്ങളെല്ലാം തന്നെ ക്ഷയിക്കട്ടെ, അതെല്ലാം തന്നെ കത്തി എരിഞ്ഞ് ചാമ്പലാകട്ടെ, അതിനു വേണ്ടിയിട്ട് പറയുന്ന അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് കർമ്മങ്ങളെ എല്ലാം തന്നെ കത്തിച്ച് ചാമ്പലാക്കുക എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ശിവപെരുമാൾ അഗ്നി എന്ന് പറയുമ്പോൾ ഞാൻ അഗ്നിയാണ്. അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ലിംഗസ്വരൂപനായിട്ടാണ്. ലിംഗസ്വരൂപം എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്, അത് അഗ്നിസ്വരൂപമാണ്. അദ്ദേഹം പ്രാദുർഭവിച്ചതും ബ്രഹ്മാവിഷ്ണുക്കളുടെ ഇടയ്ക്കാണ്. ബ്രഹ്മാവിഷ്ണുക്കൾ എന്ന് പറയുന്ന സൃഷ്ടികർത്താവിൻ്റെയും അതുപോലെ തന്നെ ബാലകർത്താവിൻ്റെയും ഇടയ്ക്ക് ഒരഗ്നിസ്തംഭമായിട്ട് തീക്കുന്നായിട്ട് ജനിച്ചു എന്നാണ് ശിവപുരാണം. തീക്കുന്ന എന്ന് പറയുന്നത് അരുണാചലം. അപ്പോൾ എല്ലാ തരത്തിലുള്ള അചല രൂപത്തിൽ താഴത്തു നിന്ന് മുകളിലേക്കൊരു സ്തംഭ രൂപത്തിൽ കത്തിക്കാളുന്ന അഗ്നിയുടെ സ്വരൂപത്തിൽ അവതരിച്ച ആ ശിവപെരുമാളിനെ മനസ്സിലാക്കാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും സാധ്യമായില്ല. ആ ബ്രഹ്മാവാണെങ്കിൽ ഹംസത്തിന്റെ രൂപത്തിൽ പറന്ന് മുകളിലേക്ക് പോയി അനവധി വർഷക്കാലം പറന്നിട്ടും പിടികിട്ടാതിരിക്കുന്ന അദ്ദേഹത്തിന് കൂട്ടായിട്ട് കൈതപ്പൂവിനെ കിട്ടി. കൈതപ്പൂ പറഞ്ഞു ഞാൻ മൗലിയിൽ നിന്ന് ഭഗവാന്റെ മൗലിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ കൂട്ടു സാക്ഷിയായിട്ട് കൈതപ്പൂവിനെ സ്വീകരിച്ചുകൊണ്ട് താഴത്തേക്ക് വന്ന് ഞാൻ മൗലി കണ്ടു, ഈ പറയുന്ന അഗ്നിസ്തംഭത്തിന്റെ അങ്ങേയറ്റത്തെ അറ്റം കണ്ടു എന്ന് അവകാശവാദം ഉന്നയിച്ച ബ്രഹ്മാവ് നുണ പറഞ്ഞതുകൊണ്ട് തല അറ്റുപോയ കഥയും നിങ്ങൾ കേട്ടിട്ടില്ലേ? താഴത്തേക്ക് വിഷ്ണുവാണെങ്കിൽ വരാഹത്തിന്റെ രൂപത്തിൽ പന്നിയുടെ രൂപത്തിൽ മണ്ണും മാന്തി താഴത്തേക്ക് പോയി അനേകായിരം വർഷക്കാലം കഴിഞ്ഞിട്ടും അടിത്തട്ട് കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുന്ന കഥ. അങ്ങനെ പരബ്രഹ്മമായിരിക്കുന്ന ശിവസ്വരൂപം നിങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു സംഗതിയിലേക്ക് വരികയാണ്. ശക്തമായിരിക്കുന്ന ഉപാസന എന്തിന് അയ്യപ്പന്റെ കാര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന അയ്യപ്പൻ വാസ്തവത്തിൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ശക്തമായിട്ടുള്ള തീവ്രമായിരിക്കുന്ന സാധനയുടെ അനിവാര്യത അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ശിവപെരുമാളിന്റെ അല്ലെങ്കിൽ പരബ്രഹ്മമായിരിക്കുന്ന ശിവസ്വരൂപത്തിന്റെ അഗ്നിസ്തംഭത്തിന്റെ മുകളറ്റവും താഴത്തെ അറ്റവും കാണാൻ സാധിക്കാതെ രണ്ടു കൂട്ടിലും തിരിച്ചു പോകുന്നില്ലേ? ആ അഗ്നിസ്തംഭം വാസ്തവത്തിൽ നെറ്റിത്തടത്തിൽ ഇങ്ങനെ അങ്കുരിച്ചിട്ട് തലയിലേക്ക് പോയതാണ് എന്ന് കൂടി കാണുമ്പോൾ ഏതൊരു പരബ്രഹ്മമാണോ ഇത്തരത്തിൽ അവതാര സ്വരൂപമായിട്ട് രുദ്രനായിട്ട് വന്നത്, അദ്ദേഹം ഏതൊരു രൂപത്തിലാണോ ഈ പറയുന്ന പാർവതി പരിണയവേളയിൽ തന്നെ പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ഒക്കെ തുനിഞ്ഞ് കാമദേവൻ ദഹിപ്പിച്ചത്, അദ്ദേഹം മോഹിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ രൂപലാവണ്യത്തിൽ കണ്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല കഥയുടെ പൊരുൾ. ഇത്തരത്തിൽ വികൃതമായിരിക്കുന്ന കഥയെ വെറുതെ ആരാധിക്കലല്ല നമ്മുടെ ജോലി. പാട്ട് പാടുന്നവരും കഥാകൃത്തുക്കളും കവികളും എല്ലാം തന്നെ ഈ ഭാഗത്തോ ആ ഭാഗത്തോ എവിടെയും ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെ മലർന്നു കടന്നു തുപ്പി നമ്മുടെ ഈ കഥകളെല്ലാം തന്നെ വികൃതമാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്ണു പ്രസവിക്കുകയോ ചോദ്യം ഉന്നയിക്കുകയാണ്. വിഷ്ണു എന്ന് പറയുന്ന കഥാപാത്രം ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന വാസുദേവൻ അദ്ദേഹം ഒരു സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അതിൽ ഭ്രമിച്ച് ശിവന്റേതായിട്ടുള്ള രേതസ് സ്കലിച്ച് അത് ഗർഭപാത്രമില്ലാത്ത ഒരുത്തന്റെ എവിടെ പറ്റിപ്പിടിച്ചു ആവോ കഥയ്ക്ക് കൊള്ളാം, കാര്യത്തിന് കൊള്ളില്ല. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ സംഭവിച്ചത് വിഷ്ണു എന്ന് പറയുന്ന തേജോരൂപമായ മൂർത്തിഭേദങ്ങളിൽ ഒന്ന്, അതുപോലെ മൂർത്തിഭേദങ്ങളിൽ മറ്റൊന്നായ രുദ്രൻ. മൂർത്തിഭേദങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് താമസഗുണത്തിന്റെ രുദ്രനും സാത്വികഗുണത്തിൻ്റെതായിട്ടുള്ള വിഷ്ണുവുമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ സങ്കലിക്കുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ യോജിക്കുക, ആ രണ്ട് ഗുണങ്ങൾ തമ്മിൽ സമ്മേളിക്കുക. നല്ലൊരു വാക്ക് പറഞ്ഞാൽ സംയോഗം. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് സംയോഗം. ഇന്നത്തെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ സംയോഗം എന്ന് പറയുന്ന തികച്ചും സെക്ഷുവൽ കൊഹാബിറ്റേഷനിൽ ഉണ്ടാകുന്ന വികൃതമായിരിക്കുന്ന ഒരു നടപടി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന അബദ്ധമാണ്. അവിടെ സംയോഗം എന്ന് പറഞ്ഞാൽ സമ്യക്കായിരിക്കുന്ന യോഗമാണ്.
ഭാര്യാഭർത്താക്കന്മാർ സമ്മേളിക്കുന്ന യോഗത്തിന് വേണ്ടിയിട്ടാണ്. യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കലാണ്. ഇന്നിപ്പോൾ വിയോജിക്കലാണ്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഡൈവോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിവാഹവേദിയിലേക്ക് കടന്നു വരുന്നത്. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നോട്ടീസും കോടതിയിൽ കേസും അത്തരത്തിൽ എല്ലാ തരത്തിലും വിവാഹമോചനം നേടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ യോഗമില്ലാത്തൊരവസ്ഥ. ആ യോഗമില്ലാത്ത അവസ്ഥ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷണമല്ല. അപ്പൊ ഇവിടെയും വാസ്തവത്തിൽ സംയോഗം എന്നുള്ള പദം പ്രയോഗിച്ചാൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ സംയോഗത്തിലായി എന്ന് പറഞ്ഞാൽ വികൃതമായിരിക്കുന്ന ഒരർത്ഥം കൊടുക്കാതെ സമ്യക്കായിട്ട് യോജിക്കുന്ന രീതിയിലേക്ക് വന്നു എന്ന്. ഒന്ന് ചുവന്ന ഗുണവും അത് ബ്രഹ്മാവ്, അദ്ദേഹത്തിന് ഇവിടെ റോളില്ല. ഒന്ന് വെളുത്ത ഗുണം, അത് വിഷ്ണു മോഹിനിയായിട്ട് വന്നു. മറ്റൊന്ന് കറുത്ത ഗുണം തമസം, അത് രുദ്രനായിട്ടും വന്നു. ഈ രണ്ട് ഗുണങ്ങൾ തമ്മിൽ സമ്മേളിച്ചു എന്ന് പറയുമ്പോൾ ആ സംയോഗം, തമസ എന്ന് പറയുന്ന സംഹാരത്തിൻ്റെത്, സാത്വികത എന്ന് പറയുന്ന നിലനിൽപ്പിൻ്റെത് അല്ലെങ്കിൽ പരിരക്ഷണത്തിൻ്റെത്, അല്ലെങ്കിൽ സ്ഥിതി എന്ന് പറയുന്ന വൈകുണ്ഠന്റെ അല്ലെങ്കിൽ വികുണ്ഠൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ലക്ഷണം, ഇത് രണ്ടും കൂടി യോജിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് ഗുണങ്ങൾ തമ്മിൽ സമ്മേളിച്ചിട്ട് മൂന്നാമതൊന്നുണ്ടായി എന്നാണ് ചിന്തിക്കുക. നമ്മുടെ ദാമ്പത്യ ജീവിതവും എത്രമാത്രം ഉദാത്തമായിരിക്കണമെന്ന് കാണിക്കുന്നൊരു കഥാഗോളമാണ്. നമ്മൾ സംയോഗത്തിൽ ഏർപ്പെടുന്നത്, സമ്യക്കായിട്ട് സമ്മേളിക്കുന്നതും ആ യോഗാവസ്ഥയെ പ്രാപിക്കുന്ന മൂന്നാമതൊന്നുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതൊന്ന് എന്ന് പറയുന്ന പുത്രോത്പാദനം, അതൊരു സത്പുത്രനായിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി പണ്ട് കാരണവന്മാർക്കുണ്ടായിരുന്നു. അവർ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടാണ് കുട്ടികളെ ഉത്പാദിപ്പിച്ചിരുന്നത്. വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ ഒരു പുത്രോത്പാദനമായിരുന്നു. വിവാഹം എന്ന് പറയുന്ന വേദിയിലേക്ക് കടന്നു വരുന്ന ഈ ദമ്പതിമാര് സപ്തപതി അനുഷ്ഠിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. എന്താ സപ്തപതി? 7 സ്റ്റെപ്പ് വധൂവരന്മാർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്ന 7 സ്റ്റെപ്പുകൾ എടുത്തു കഴിയുമ്പോൾ എത്തുന്നത് ഉദാത്തമായിരിക്കുന്ന തുരീയ പദവിയിലേക്കാണ്. തുരീയ എന്ന് പറയുന്ന ആനന്ദത്തിന്റെ ഉറവിടമായിരിക്കുന്ന അമൃതധാരയെല്ലാം തന്നെ ഒഴിക്കുന്ന സഹസ്രാര പത്മത്തിന്റെ ലളിതാ സഹസ്രനാമത്തെ നമ്മൾ സ്വീകരിക്കുന്ന പക്ഷം സഹസ്രാര അംബുജാരൂഢ സുധാ സാരാഭിവർഷിണി എന്ന് പറയുന്ന ആ 7ാമത്തെ തട്ടിലേക്ക് കടന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ദമ്പതികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് 7 സ്റ്റെപ്പ് എടുക്കുന്നത്. ഗായത്രി ജപിക്കുന്ന ബ്രാഹ്മണന് ഇത്തരത്തിൽ ചെയ്യാറില്ലേ? 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞുകൊണ്ട് 7ാമത്തെ തട്ടിൽ കടന്നു നിന്നിട്ടല്ലേ ഭൂസ്വ തസ്സവിതുർവരേണ്യം ഭഗവദേവസിധീമഹി ധിയോയ എന്ന പ്രചോദയാലെന്ന് ജപിക്കുന്നത്. 7ാമത്തെ തട്ടിൽ നിൽക്കാതെ അത്തരത്തിൽ എത്താതെ ജപിച്ചിട്ട് എന്ത് ഫലം? ദാമ്പത്യ ജീവിതത്തിൽ 7ാമത്തെ തട്ടിലേക്ക് നമ്മൾ കടന്നു കയറുന്നില്ല എങ്കിൽ തികച്ചും പ്രാകൃതമായിരിക്കുന്ന ഒരു വൈവാഹിക ജീവിതം കൊണ്ട് എന്ത് ഗുണം? അപ്പൊ ഇവിടെയും ചിന്തിക്കേണ്ടത് വിഷ്ണു എന്ന് പറയുന്ന പുരുഷൻ, ശിവൻ എന്ന് പറയുന്ന പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. ഏതായാലും അത്തരത്തിൽ 2 പുരുഷഭാവങ്ങൾ. പുരുഷഭാവത്തിലുള്ള വിഷ്ണുവാണെങ്കിൽ സ്ത്രീഭാവത്തെ, പ്രകൃതിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീവേഷം കെട്ടി. സ്ത്രീവേഷം കെട്ടിയാലും അകത്തുള്ള പൊരുൾ, ആ പുരുഷൻ എന്ന് പറയുന്ന തത്വത്തിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ പുരുഷപ്രകൃതങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് പുരുഷൻ എന്ന് പറയുന്ന ശിവനും പുരുഷൻ എന്ന് പറയുന്ന വിഷ്ണുവും വേഷധാരി വാസ്തവത്തിൽ മോഹിനി വേഷമാണെങ്കിൽ കൂടി അവർ തമ്മിൽ സംയോജിച്ചപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ഈശ്വര സ്വരൂപം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭാവം കൊണ്ട്, ഭാവന കൊണ്ട് ഭവിച്ചതാണ്. നമ്മൾ എല്ലാവരും തന്നെ അത്തരത്തിൽ വേണം ഇതിനെ ചിന്തിക്കാൻ. ഒന്നുകൂടി കടക്കാം. ഏതായാലും ഇത്തരത്തിലൊരു കുട്ടിയെ വാർത്തെടുക്കുമ്പോൾ അവിടെ ശിവനും വിഷ്ണുവും തമ്മിൽ യോജിച്ചു എന്ന് പറയുമ്പോൾ വിഷ്ണു എന്ന് പറയുന്ന അന്ധകരണത്തിന്റെ ഉടമ, അന്ധകരണത്തിൽ സവിശേഷമായിട്ടുള്ളൊരു പങ്കുവഹിക്കുന്ന ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4 കൂട്ടം കാര്യങ്ങളിൽ ചിത്തം എന്ന് പറയുന്ന അന്ധകരണ ഒന്നാണ്. അതിന്റെ ആധിപത്യമുള്ള വാസുദേവൻ, അദ്ദേഹത്തിന് മോഹനൻ എന്നുകൂടി പേര്. മോഹനൻ എന്ന് പറയുമ്പോൾ മോഹിപ്പിക്കുന്നവൻ, ചിത്തത്തിന്റെ സ്വഭാവമാണ് ഈ മോഹിപ്പിക്കൽ. മോഹമെല്ലാം തന്നെ ഈ ഷഡ്വൈരികളിൽ പെട്ടതാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അത്തരത്തിൽ മോഹനൻ എന്ന് പറയുന്ന സാക്ഷാൽ വിഷ്ണു ചിത്തത്തിന്റെ ആധിപത്യം വഹിക്കുന്ന വാസുദേവൻ മോഹിനിയായി എന്നാണ്. മോഹനൻ മോഹിനിയായി. അപ്പൊ ഏതായാലും ഒരു നരനിൽ നിന്നാണ് നാരി ഉണ്ടാകുന്നത്. ഈ നഗ്നസത്യം നമ്മൾ മറക്കാൻ പാടില്ല. നരൻ എന്ന് പറയുന്ന പുരുഷനിൽ നിന്നുണ്ടായ നാരിയല്ലാതെ ഇവിടെ ആരുമില്ല. ക്രിസ്ത്യാനികൾ ആദത്തിന്റെ വാരിയിലെടുത്ത് ഊതി അതിന് ചൈതന്യം കൊടുത്തുകൊണ്ട് ഹവയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ ആംഗലേയ ഭാഷയിൽ വുമൺ എന്ന് പറയുന്ന പദം മാൻ എന്ന് പറയുന്ന പുരുഷനിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന പോലെ നരൻ എന്ന് പറയുന്ന സംജ്ഞയിൽ നിന്ന് നാരി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വേഷം മാറി എന്നുള്ളതൊക്കെ പിന്നെ എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളത്? വ്യക്തമായിട്ടും ആ സൗന്ദര്യത്തിൽ കണ്ടുകൊണ്ട് ഭ്രമിച്ച്
ലൈംഗിക ചേഷ്ടകളിലേക്ക് കടന്നു എന്നെല്ലാം തന്നെ കഥകൾ പറയുമ്പോൾ ഒട്ടും തന്നെ വിശ്വസനീയമല്ല. അപ്പോൾ എല്ലാ തരത്തിലും ഒരിക്കലും ഇത്തരത്തിൽ വികൃതമായിട്ടുള്ള ഭാവത്തിലേക്ക് വരാത്ത ശിവപെരുമാൾ എന്ന് പറയുന്ന സംഹാരരുദ്രൻ അദ്ദേഹവും വിഷ്ണുവും തമ്മിൽ സമ്മേളിച്ചുകൊണ്ടുണ്ടായത് എന്താണ്, അതൊന്ന് ചിന്തിച്ചുറപ്പിക്കാൻ ഈ മഹാത്മ വേദി നമുക്കൊന്ന് ഉപയോഗിക്കാം. നല്ലപോലെ ചിന്തിക്കേണ്ട ഈ വേദിയിൽ ഇവർ തമ്മിലുള്ള സമ്മേളനം കൊണ്ട് സാധിക്കുന്നത് മറ്റൊന്നാണ്. അവിടെ ഈ പറയുന്ന വെളുപ്പ് എന്ന് പറയുന്ന സാത്വികതയും ചുവപ്പ് വിട്ടുപോയി കറുപ്പ് എന്ന് പറയുന്ന ആ രുദ്രനും തമ്മിൽ യോജിച്ചതാണ്. രുദ്രൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നെറ്റിത്തടത്തിൽ നിന്ന് ഉത്ഭവിച്ച തലയിലേക്ക് കയറിയ ജ്ഞാനത്തിന്റെ ഗുരുവാണ്. തലയിലേക്ക് കയറിയ ഈ തലയിലേക്ക് കയറിയ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് തലയിലേക്ക് കയറിയത് വികൃതമായിരിക്കുന്ന വിചാരമല്ല. തലയിലേക്ക് കയറുന്നതെല്ലാം തന്നെ സുഹൃത്തുക്കളെ സൃഷ്ടിക്കാനുള്ള നല്ലൊരു വിചാരത്തിന്റെ ധാരയാണ്. അവിടെയും ഈ രുദ്രൻ എന്ന് പറയുന്ന തലയിലെ, കൈലാസം എന്ന് പറയുന്ന തലയിലെ ഉടമസ്ഥനായിരിക്കുന്ന ഈശ്വരൻ ചിത്തത്തിന്റെ ആധിപത്യം വഹിക്കുന്ന വിഷ്ണുവിനെ, ചിത്തം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ് മോഹിപ്പിക്കുന്നത് മോഹനം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന അത്തരത്തിൽ നമ്മളെ എല്ലാ തരത്തിലും മൃദുലമായിട്ടുള്ള വികാരങ്ങളിലേക്ക് നയിക്കുന്ന അന്ധകരണമായതുകൊണ്ട് അവിടെയാണ് മനസ്സ് ചലനാത്മകമായത്, അവിടെയാണ് ചിത്തം ഈ പറയുന്ന മനാകാരമായത്, അവിടെയാണ് ബുദ്ധി ദൃഢമായത്. ഇത്തരത്തിൽ അഹങ്കാരവും കൂടിയ 4 ചതുഷ്ടയം, 4 കൂട്ടം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അന്ധകരണം വാസ്തവത്തിൽ മൃദുലമായിട്ടുള്ള, ദുർബലം എന്ന് പറഞ്ഞാലും തെറ്റില്ല, മൃദുലമായിട്ടുള്ള വികാരത്തിന്റെ ഉടമയാണ്. ആ മൃദുലമായിട്ടുള്ള വികാരത്തിന്റെ ഒരു ഭാഗമാണ് ഭക്തി. നമുക്ക് എല്ലാവർക്കും തന്നെ ആദ്യം അന്തരിക്കുന്നല്ലോ ഏതൊരു പ്രയോഗമാണോ ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യമുണ്ടാകുന്നത് അത് അന്തരിക്കുന്ന ചിത്തത്തിലും ഇപ്പറയുന്ന രീതിയിൽ മനസ്സിലുമാണ്. അത്തരത്തിലുള്ള മോഹനനെ, അത്തരത്തിലുള്ള വിഷ്ണുവിനെ, ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന വിഷ്ണുവിനെ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന മനസ്സിന്റെ വ്യാപാരങ്ങളെ, ചിത്തത്തിൻ്റെതായിട്ടുള്ള രീതികളെ അതെല്ലാം തന്നെ സ്വീകരിച്ചു ഈ പറയുന്ന ബുദ്ധി. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്ന ശിവപെരുമാൾ ചിത്തത്തിന്റെ അന്ധകരണം തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കുക. അന്ധകരണം, ആ അന്ധകരണത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ബുദ്ധി സാക്ഷാൽ രുദ്രൻ എന്ന് പറയുന്ന ഈശ്വരൻ. ബുദ്ധി എന്ന് പറയുമ്പോൾ ദൃഢമായത്, ആ ദൃഢമായിട്ടുള്ള ബുദ്ധി ചലിക്കുന്ന മനസ്സിനെ സ്വീകരിച്ചു എന്ന് ചിന്തിച്ചാൽ പോരെ, അല്ലെങ്കിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന ചിത്തത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. അന്ധകരണ ചതുഷ്ടയത്തിൽ മനസ്സും ബുദ്ധിയും ചിത്തവും അതെല്ലാം തന്നെ യോജിച്ചു എന്ന് ചിന്തിക്കുന്നതിലെ ഏറ്റവും ഉത്തമം. അപ്പോൾ എല്ലാ തരത്തിലും കൈലാസനാഥനായിരിക്കുന്ന ബുദ്ധിയുടെ സങ്കേതത്തിന്റെ ഉടമയായിരിക്കുന്ന സാക്ഷാൽ ഈ ശിവപെരുമാൾ അദ്ദേഹം മറ്റ് അന്ധകരണത്തിന്റെ മറ്റു ഭാഗങ്ങളെയും കൂടി സ്വീകരിച്ചുകൊണ്ട് ദൃഢമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വന്നു. പേരിട്ടു ശാസ്താവ്. അപ്പൊ ഈ ശാസ്താവ് എന്ന് പറയുന്ന പേര് വരുമ്പോൾ ശാസിക്കാൻ അധികാരമുള്ളവനാണ്. ധർമ്മവും കൂടി ചേർന്നപ്പോൾ ധർമ്മത്തെ ശാസിച്ച് അതിന് വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതൊക്കെ ശേഷിയുള്ളവൻ ധർമ്മശാസ്താവ്. ശാസിക്കാൻ നിങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ ബുദ്ധി നമ്മുടെ മനസ്സിൽ ഒന്ന് വ്യതിചലിക്കാൻ പാടില്ല. ബുദ്ധിയും മനസ്സും അത്തരത്തിലുള്ള കാര്യങ്ങൾ, വികാരവും വിചാരവും അത് രണ്ടും ഇങ്ങനെ കാടുകയറി പോകുന്ന രീതിയിലായാൽ നമ്മൾ ഒരിക്കലും ശാസ്താവാകുകയില്ല. ശാസിക്കാനും നിയന്ത്രിക്കാനും ദൃഢമായിട്ടുള്ള നിശ്ചയം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിവുണ്ടാകണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഒരിക്കലും അപരേറ്റരാകരുത്, നമ്മുടെ മനസ്സ് ഒരിക്കലും വ്യതിചലിക്കരുത്. അപ്പോൾ മനസ്സും ബുദ്ധിയുമെല്ലാം തന്നെ ഏകീകൃതമായിരിക്കുന്ന രീതിയിൽ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു കഥാപാത്രമുണ്ടായി. അതാണ് ശാസ്താവ് എന്ന് ചുരുക്കം. ഒന്നുകൂടി ഞാൻ കടന്നു വരാം. നമ്മൾ നമ്മുടെ പുരാണ കഥകളെയെല്ലാം തന്നെ പഠിക്കുമ്പോൾ മുരുകനെ പറ്റിയും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഞാൻ പറയുന്നത് കഥ ഇതുപോലെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ശിവന്റെ തേജസ്സിൽ നിന്നുണ്ടായി എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന മുരുകനെ. ആ മുരുകനും വാസ്തവത്തിൽ 6 തല എങ്ങനെയായി എന്ന് ചിന്തിച്ചാൽ ശിവന്റേതായിട്ടുള്ള 5 തലയുടെ സ്ഥാനത്ത് ഒരു 6ാമത് തല കൂടി മുളച്ചു എന്നാണ് കഥ. സ്വയമേവ സ്വതവേ 5 തലയുള്ള ശിവപെരുമാളിന് വടക്കോട്ടേക്കുള്ള തല ബ്രഹ്മാവിൻ്റെതാണ്, പടിഞ്ഞാട്ടേക്കുള്ള തല വിഷ്ണുവിൻ്റെതാണ്, തെക്കോട്ടേക്കുള്ള തല രുദ്രൻ്റെതാണ്, കിഴക്കോട്ടേക്കുള്ള തല അമ്മ മഹാമായയുടെ പാർവതീദേവിയുടേതാണ്, മുകളിലേക്കുള്ള തല അത് ഊർധ്വമുഖം എന്ന് പറയുന്നത് അത് നാദം, അത് വാസ്തവത്തിൽ സദാശിവന്റേതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ആ 5 തലകൾ ഒന്ന് ഭൂമിയോട് ബന്ധപ്പെട്ട് സൃഷ്ടിക്കും, മറ്റൊന്ന് വിഷ്ണു എന്ന് പറയുന്ന ജലത്തോട് ബന്ധപ്പെട്ട് സ്ഥിതിക്കും, രുദ്രൻ്റെതായിട്ടുള്ളത് അഗ്നിയോട് ബന്ധപ്പെട്ട സംഹാരത്തിനും, ബിന്ദു എന്ന് പറയുന്ന കിഴക്കോട്ടേക്കുള്ള തല സാക്ഷാൽ രുദ്രാണി എന്നോ ഭഗവതി എന്നോ ഭവാനി എന്നോ
പാർവതി എന്ന് പറയുന്ന ആ ബിന്ദുവിനെ സൂചിപ്പിച്ചുകൊണ്ട് കുത്ത്, അതുപോലെ മുകളിലേക്കുള്ള ഊർധ്വമുഖത്തെ നാദമായി പറഞ്ഞുകൊണ്ട് ശങ്കരനായിട്ട് ആകാശതലത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറുന്ന 5 തലകളാണ് സ്വതവേ ശിവനുള്ളത്. അപ്പൊ ഏതൊരു ശിവപെരുമാളിന്റെ 5 തലകളാണോ നമ്മൾ ജപിച്ച് ശിവായ മന്ത്രത്തിലേക്ക് നമ്മളെ എത്തിച്ചത്, ഏതൊരു 5 തലകളാണോ ഓം എന്ന് പറയുന്നതിന്റെ 5 ഘടകങ്ങളായിട്ടുള്ളത്, ആ എന്നും ഊ എന്നും മാ എന്നും നാദമെന്നും ബിന്ദു എന്നും പറയുന്ന 5 ഘടകങ്ങൾ, അങ്ങനെയുള്ള 5 തലകളുടെ സ്ഥാനത്ത് 6ാമതൊരു തല അത് അങ്കുരിച്ചത് താഴത്തേക്കാണ്. മുകളിലേക്ക് ഊർധ്വമുഖം, ഇടത്തോട്ടും വലത്തോട്ടും 2 മുഖങ്ങൾ, മുൻപിലേക്കും മുറയിലേക്കും 2 മുഖങ്ങൾ, അങ്ങനെ 5 മുഖങ്ങളുള്ള ശിവപെരുമാളിന്റെ 6ാമതൊരു മുഖം താഴത്തേക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ അറുമുഖനായി സാക്ഷാൽ സുബ്രഹ്മണ്യനായി. അവിടെ എങ്ങനെയാണ് ജന്മമെന്ന് നോക്കൂ. അമ്മ അല്ലെങ്കിൽ പാർവതീദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നുകൂടിയിട്ട് അത്തരത്തിൽ 270 ദിവസക്കാലം കടന്നുകൂടിയ ആ ഗർഭം അല്ലെങ്കിൽ ബീജം അതെല്ലാം തന്നെ പരിണമിച്ചൊരു കുട്ടിയാണ് ഉണ്ടാകുന്ന കഥ ഇവിടെ അവിടെയുമില്ല. അപ്പൊ എല്ലാ തരത്തിലും 5 തലയിൽ 6ാമത് തല ഉണ്ടായ പോലെ ഇവിടെയും ഈ തലയുടെ ഉടമയായിരിക്കുന്ന ബുദ്ധിയുടെ കൈലാസത്തിന്റെ നാഥനായിരിക്കുന്ന ഈ ശിവപെരുമാളിന് മനസ്സിന്റെ മറ്റു ഘടകങ്ങളെയും കൂടി ഒന്ന് നേരെയാക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ അത്തരത്തിൽ ജനിച്ച ഉണ്ടാക്കപ്പെട്ട ദൃഢമായിട്ടുള്ളൊരു ബുദ്ധിയുടെ ഉടമ, ശാസിക്കാൻ അധികാരമുള്ള ഒരു മൂർത്തിയുടെ കൽപ്പന, അതാണ് വാസ്തവത്തിൽ ശാസ്താവ്. പിടി കിട്ടുന്നുണ്ടോ? ഒന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാം, എന്നിട്ടൊന്നുകൂടി കിടക്കാം. നിങ്ങൾ വെറുതെ ഇരിക്കുന്നത് കുട്ടികളും അമ്മമാരും എല്ലാവരും തന്നെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2018 ഈ പന്തളത്ത് കിടന്ന് നിങ്ങൾ വഴി കിടന്ന് കൂവിയതല്ലാതെ, വഴി കിടന്ന് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയതല്ലാതെ അയ്യപ്പനെ പറ്റി ചിന്തിക്കാനൊന്നും നിങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പിന്നെയും പല പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജാഥ നയിക്കും, കേസിൽപ്പെടും, കേസുകളെല്ലാം തന്നെ എഴുതിത്തള്ളും, വീണ്ടും കേസ് വരും. ഇങ്ങനെ പോവുകയാണ് നമ്മുടെ കഥ. ഒരു കഥയും ഇല്ലാത്ത നമ്മുടെ കഥകളാണ്. അപ്പൊ അതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ദൃഢമായിട്ടുള്ളൊരു ചിന്തയിലേക്ക് വരണം. അങ്ങനെ ചിന്തയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളും വാസ്തവത്തിൽ ഒന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉച്ചത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കടക്കാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാവും. ഞാൻ സ്വാമിയെ എന്ന് വിളിച്ചു തരാം, ശരണമയ്യപ്പ എന്ന് നിങ്ങൾ ജപിക്കണം. സ്വാമിയേ 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 സ്വം എന്ന് പറയുന്ന ആ പദത്തിൽ നിന്ന് ആണ് സ്വാമി ഉണ്ടായത്. സ്വം എന്ന് പറയുമ്പോൾ സ്വന്തമായതാണ്, ആത്മാവാണ്. നിങ്ങളിലും എന്നിലും എല്ലാവരിലും എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആത്മസത്തയെയാണ് നമ്മൾ സ്വം. ഈ സ്വം എന്ന് പറയുന്നതിൽ നിന്നാണ് സ്വർഗം. സ്വം എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സ്വധാമം. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ പോലും അതും ഈ സ്വം അതിലുണ്ട്. സ്വാമി എന്ന് പറയുന്ന പദപ്രയോഗത്തില് ഏതൊരു വ്യക്തിയാണ് സ്വം എന്ന് പറയുന്ന ആത്മാവിനെ, തൻ്റേതെന്ന് പറയുന്ന ആത്മചൈതന്യത്തെ സാക്ഷാത്കരിച്ചത്, അയാളാണ് സ്വാമി. നമ്മളെല്ലാവരെയും സ്വാമി എന്നല്ലേ വിളിക്കുന്ന ശബരിമലയ്ക്ക് പോകുമ്പോൾ. കൂടെയുള്ളവരും സ്വാമി, എല്ലാവരും സ്വാമി, എല്ലാം അയ്യപ്പൻ എന്നല്ലേ നമ്മൾ പറയാറ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സ്വം എന്ന് പറയുന്ന ആത്മശക്തിയെ അനാവരണം ചെയ്ത് അതിനെ കണ്ടുപിടിച്ചവരാണ് ഈ സ്വാമിമാര്. സ്വാമി, അങ്ങനെ സ്വാമിയെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ആരെയാണ് വിളിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അന്യമായിട്ടുള്ള സംഗതിയല്ല, അന്യനായിട്ടുള്ളൊരു വ്യക്തിയെയല്ല, നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് സ്വാമി എന്നിങ്ങനെ പറഞ്ഞത്. നമ്മൾ സ്വാമിമാരാകുമ്പോൾ നമ്മൾ അന്ധകരണത്തെയും മറ്റും എല്ലാം വിശകലനം ചെയ്ത് പഠിച്ച് നമ്മളിൽ അന്തർഭവിച്ചിരിക്കുന്ന ആത്മചൈതന്യത്തെ സാക്ഷാത്കരിക്കും. അതാണ് സ്വാമി. ശരണം അയ്യപ്പ. അയ്യപ്പനാണ് ഈ സ്വാമിയെങ്കിൽ, എല്ലാം അയ്യപ്പനാണെങ്കിൽ എല്ലാവരിലും കുടികൊള്ളുന്ന ഈ സ്വം എന്ന് പറയുന്ന ആത്മാഭാവത്തെയാണ് ഇവിടെ സ്വാമി എന്ന് വിളിക്കുന്നതെങ്കിൽ അതിനെയാണ് ശരണം പ്രാപിക്കുന്നത്. പിടി കിട്ടിയോ? ഒന്നുകൂടി പറയണോ? അപ്പൊ എല്ലാ തരത്തിലും നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന സ്വം എന്ന് പറയുന്ന ആത്മചൈതന്യത്തെ, അഹം എന്ന് പറയുന്ന ഭാവത്തെ, ഞാൻ എന്ന് പറയുന്ന ബോധത്തെ, അതിനെ ആശ്രയിച്ചുകൊണ്ട് ശരണം പ്രാപിച്ചുകൊണ്ടുള്ള ശരണമന്ത്രമാണ് ദോഷാക്ഷരിയായിട്ടുള്ള സ്വാമിയെ ശരണം അയ്യപ്പ. വെറുതെ വിളിച്ചു പോയിക്കൊണ്ട് മലയിലേക്ക് പോയി ശരണം വിളിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നേരെ ബാറിലേക്ക് കയറലുമല്ല ആവശ്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളില്ല. മാല ഇന്നലെ എടുത്തിട്ടു, ഇന്ന് ഓടി ശബരിമലയിലേക്ക് വന്നു, അത് കഴിഞ്ഞ് തിരിച്ച് പമ്പയിലേക്ക് വന്നു, അടുത്ത ബാറിൽ കയറി കുടിച്ചു. ഇത്തരത്തിൽ കഴിഞ്ഞു പോരുന്നതൊന്നും അല്ല സ്വാമിയെ ശരണമയ്യപ്പ. അവനവനിലുള്ള സ്വാമി എന്ന് പറയുന്ന ബോധത്തെ, അഖണ്ഡമായിരിക്കുന്ന ആത്മബോധത്തെ
അതിനെയെല്ലാം തന്നെ അനാവരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ട് മലകൾ ചവിട്ടിക്കൊണ്ട് പോവുകയാണ്. എല്ലാ തരത്തിലും പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം തന്നെ അറുതി വരുത്തി നമ്മൾ അന്വേഷിക്കുന്നത് അവനവനെ തന്നെയാണ്. ഇനി ഒന്നുകൂടി കിടക്കൂ, അവിടെ എഴുതി വച്ചിരിക്കുന്നത് മത്തങ്ങ അക്ഷരത്തില് തത്വം അസി. ഈ തത്വമസി എന്ന് പറയുന്നത് എഴുതി വെച്ചത് എന്തിനെ എന്ന് വ്യക്തമാക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ, ഞാനും നിങ്ങളുമെല്ലാം തന്നെ ശരണം പ്രാപിക്കേണ്ടത് അവനവനെ തന്നെ, അവനവനിലുള്ള ആത്മാ ചൈതന്യത്തെയാണെന്ന് അവർ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും തത്വം അസി, അത് നീയാകുന്നു. അപ്പൊ ഈ അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ നീ അന്വേഷിച്ചു കിടക്കുന്ന ഈശ്വരൻ, സ്വാമിയെ തേടിക്കൊണ്ട് നീ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് വട്ടം കറങ്ങി ആലപഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന നിന്നോട് ഞാൻ പറയുകയാണ്, അത് നീയാണ്, തത്വം അസി. അപ്പൊ എല്ലാ തരത്തിലും നീ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആ ഞാനാരാ? നീയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഞാനും നീയും തമ്മിൽ അഭേദമായിരിക്കുന്ന ഒരവസ്ഥ സ്ഥാപിക്കുന്ന ആ വാക്യം, മഹാവാക്യം തത്വമസി, അതെല്ലാം തന്നെ എഴുതി വെച്ചുകൊണ്ട് ശാസ്താവ് പഠിപ്പിക്കുന്നത് ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ജപിക്കുന്നത്? സ്വാമിയേ ശരണം അയ്യപ്പ. നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ പ്രതിഷ്ഠാവിഗ്രഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദീപാരാധന തൊഴുതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വല്ലാത്ത രീതിയിലും എന്തുമാകട്ടെ, ആ വിഗ്രഹത്തെയെല്ലാം തന്നെ ഹൃദയത്തിൽ ഒന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വാമിയെ വിളിക്കാമോ? നിങ്ങളുടെ ഹൃദയം ഈശ്വരന്റെ ആവാസസ്ഥാനമാണ്. ഹൃദയഗുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം എന്ന് രമണ മഹർഷിയെല്ലാം തന്നെ വാടിത്തന്ന ഈശ്വരന്റെ ഇരിപ്പിടം നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് നമ്മൾ നസിക്കുന്നത് ഈശ്വരനെ. അത്തരത്തിൽ ഈശ്വരൻ നസിച്ചുറപ്പിച്ചിരിക്കുന്ന ഹൃദയത്തിലെ ആ രൂപത്തെയും അല്ലെങ്കിൽ ശബരിമലയിലെ ആ ചിന്മുദ്രാധാരിയായിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തെയും അവിടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് ഞാനെന്നുള്ള ഭാവത്തിൽ ശരണം പ്രാപിക്കുന്ന രീതിയിൽ സ്വം എന്ന് പറയുന്ന അത് വിട്ടിട്ടയാകുന്നതല്ല എന്നുള്ള രീതിയിൽ ഒന്നുകൂടി ജപിക്കണം. ഒന്നുകൂടി ചൊല്ലിത്തരുന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ ഈ സ്വാമിയെ, അയ്യപ്പൻ എന്ന് പറയുന്ന സ്വാമിയെ, ഞാനെന്ന് പറയുന്ന അയ്യപ്പനെ, ഞാനെന്ന് പറയുന്ന ആത്മഭാവത്തെ ഇതെല്ലാം തന്നെ ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം ജപിക്കാൻ. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാൽ കാട് കയറി പോകരുത് എന്ന് ശ്രദ്ധിച്ചോ നിങ്ങളാവോ? ഒന്നുകൂടി സ്വാമിയേ പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീയെ എൻ്റെ ചെറുപ്പകാലത്തെ പെരിയോന്മാര്, പെരിയോൻ എന്ന് പറഞ്ഞാൽ 10-18 വർഷത്തിലധികമായിട്ട് ശബരിമല ദർശനം നടത്തി കെട്ടെല്ലാം തന്നെ മുറയ്ക്ക് തന്നെ ശബരിമലയിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്ന പെരിയോന്മാര്, അവരുടെ നിർദ്ദേശപ്രകാരം സ്ത്രീ എന്ന് പറയുന്ന ഭാര്യയായാലും മകളായാലും അമ്മയായാലും അവരെല്ലാവരും തന്നെ രജസ്വലങ്ങളായിട്ടിരിക്കുമ്പോൾ കാണാൻ പാടില്ല, അവരുമായിട്ടുള്ള സമ്പർക്കം പാടില്ല, അടുക്കളയിൽ വെച്ച് വേവിക്കുന്നതൊന്നും കഴിക്കാൻ പാടില്ല. അപാരമായിട്ടുള്ള ശുദ്ധി. ഇവിടെ പ്രസംഗിച്ച ആശംസ പ്രസംഗത്തിൽ ഒരാള് ഒരു സ്ത്രീരത്നം ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ തരത്തിലും ശുദ്ധി എല്ലാ തരത്തിലും പാലിച്ചുകൊണ്ടാണ് ശബരിമല സന്ദർശനം നടത്തുന്നത്. ആ ശുദ്ധിയുടെ കൂട്ടത്തിൽ വ്രതാനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ ആക്കവും തൂക്കവും കിട്ടാനായിട്ട് ഈ രജസ്വലയായിട്ടുള്ള സ്ത്രീകളെ കാണാൻ പാടില്ല, സ്ത്രീ സംസർഗം പാടില്ല, സ്ത്രീയുമായിട്ടുള്ള ബന്ധം പാടില്ല, ദാമ്പത്യ ബന്ധം പോലും അത്രയും കാലം ഉപേക്ഷിച്ചുകൊണ്ട് കഠിനമായിരിക്കുന്ന ബ്രഹ്മചര്യം ദീക്ഷിക്കണമെന്ന്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ഇങ്ങനെ ചരിക്കുന്നതാണ്. അപ്പൊ ഈശ്വരനോട് സഞ്ചരിക്കുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഏത് രീതിയിലായിരിക്കണം? പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമ്മൾ നിയന്ത്രിക്കണമെന്ന്. പ്രകൃതിയാണ് സ്ത്രീ. അപ്പൊ എല്ലാ തരത്തിലും ഇത് എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ 41 ദിവസക്കാലത്തെ ഈ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മനസ്സെല്ലാം തന്നെ മെരുങ്ങിക്കിട്ടും. ആരോടെ ഈ പറയുന്നാവോ? ഞാൻ എന്നോട് പറയുന്ന സംഗതിയാണ് നിങ്ങളോട് പറയുന്നത്. ഞാനും നിങ്ങളുമെല്ലാം തന്നെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കൗണ്ടനൻസ് എന്ന് പറയുന്ന ബ്രഹ്മചര്യത്തിന്റെ ക്രിയേറ്റീവ് പവർ, അതിന്റെ സർഗാത്മകത, ആ ചൈതന്യം കൊണ്ട് നമുക്ക് സമ്പാദിക്കാവുന്ന സംഗതി നിസ്സാരമല്ല. അപ്പോൾ ബ്രഹ്മചര്യത്തിന്റെ പ്രത്യേകത ഊട്ടി ഉറപ്പിക്കാനുള്ള ഈശ്വര സ്വരൂപമാണ് ഈ പറയുന്ന ശാസ്താവ്. അതുകൊണ്ടാണ് സ്ത്രീ സംസർഗമില്ലാതെ യോനി ബന്ധമില്ലാതെ ഗർഭപാത്രത്തിലേക്ക് കിടക്കാതെ അത്തരത്തിലുള്ള സൃഷ്ടി നടത്താതെ അയ്യപ്പൻ ജനിച്ചു എന്ന് പറയുന്നത്. പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രകൃതിയെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വാസ്തവത്തിൽ സ്ത്രീയുടെ യോനിയും സ്ത്രീയുടെ ഗർഭപാത്രവും എല്ലാം തന്നെ ഇല്ലാതെ ഒരു പ്രത്യേക സൃഷ്ടി പരബ്രഹ്മം പരമാത്മാവ് നടത്തി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് പ്രകൃതിയെ ആണെന്ന് വന്നു. പ്രകൃതി സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ നിഷിക്കലല്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കലല്ല. ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണം, ത എന്ന് പറഞ്ഞാൽ തമോ ഗുണം, ര എന്ന് പറഞ്ഞാൽ രജോ ഗുണം. ഈ 3 ഗുണങ്ങൾ 2 കണ്ണുകളിൽ ഉള്ളവളാണ് സ്ത്രീ.
അതായത് സാത്വികം എന്ന് പറഞ്ഞാൽ പാലിക്കുന്നതും, താമസം എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നതും, രാജസം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള 3 ഗുണങ്ങൾ. സ്ത്രീ എന്ന് പറയുന്ന ശബ്ദത്തെ ഇത്തരത്തിൽ വിശകലനം ചെയ്ത് സാത്വിക രാജസ താമസ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ ഏതൊരുത്തിയുടെ കണ്ണുകളിലാണോ ഇങ്ങനെ എഴുതിക്കുന്നത് അത് സ്ത്രീ, അത് പ്രകൃതി എന്ന് മാത്രം. ആ പ്രകൃതിയെ നമ്മൾ വാസ്തവത്തിൽ ബന്ധപ്പെടാതെ ആ പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സൃഷ്ടിക്കുന്നത്, അത്തരത്തിൽ സൃഷ്ടികർമ്മം നടത്തിയ ആരാധ്യപുരുഷൻ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠസ്വാമി അഥവാ ശാസ്താവ് ബ്രഹ്മചര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് മറന്നു പോകുമോ? 41 ദിവസത്തെ കഠിനമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം. പുലിയും ആ ആനകളുമെല്ലാം തന്നെയുള്ള കാട്ടിലൂടെ വീട്ടിലൂടെ പണ്ടത്തെ ഈ സഞ്ചാരമെല്ലാം തന്നെ നടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഒരു മണ്ഡലകാലത്തെ ശക്തമായിട്ടുള്ള ബ്രഹ്മചര്യ ദീക്ഷ കൊണ്ട് നമുക്ക് കിട്ടുന്ന ശക്തി, ഊർജം, അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമല യാത്ര. ലക്ഷ്യമെന്താ? അവിടെ വാസ്തവത്തിൽ തത്വമസി എന്ന് പറയുന്ന ആ തത്വത്തെ എല്ലാം തന്നെ സാക്ഷാത്കരിക്കാനുള്ള യാത്രയാണ്. അവിടെ അയ്യപ്പസ്വാമി ഇരിക്കുന്നത് വ്യത്യസ്ത ഭാവത്തിലാണ്. ശാസ്താവ് എന്ന് പറയുമ്പോൾ പൂർണ്ണ, പുഷ്കര എന്ന് പറയുന്ന 2 ഭാര്യമാരോട് കൂടിയിട്ടുള്ള ശാസ്താക്കന്മാരുണ്ട്, അത്തരത്തിൽ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ തന്നെ പ്രഭ എന്ന് പറയുന്ന ഭാര്യ, സത്യൻ എന്ന് പറയുന്ന ആ മകനും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തോടു കൂടിയ ശാസ്താവിനെ കാണാം. ബാലനായിട്ടും കുമാരനായിട്ടും ദാമ്പത്യവും നയിക്കുന്നവനായിട്ടും വ്യത്യസ്ത രൂപങ്ങളിലെല്ലാം തന്നെ ഈ ശാസ്താവിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ശബരിമല ധർമ്മശാസ്താവ് അദ്ദേഹത്തെ നമ്മൾ അയ്യപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് ശോഷിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് ശോഷിച്ച രീതിയല്ല, അത് ഗുരുഭാവമാണ്. ചിന്മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയിലൂടെ നമുക്ക് കിട്ടുന്നത് തള്ളവിരൽ എന്ന് പറയുന്ന തത്ത് എന്ന് പറയുന്ന പരബ്രഹ്മം, ത്വം എന്ന് പറയുന്ന ചൂണ്ടാണി വിരൽ, അത് 2 യോജിപ്പിച്ചുകൊണ്ട് പിടിച്ചിരിക്കുന്ന ചിന്മുദ്ര എന്ന് പറയുന്ന ജ്ഞാനമുദ്ര. അതിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തെയാണ്. കടന്നു വരുന്ന നിങ്ങളെല്ലാവരും തന്നെ അതാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ചിന്മുദ്ര. നമ്മളും വാസ്തവത്തിൽ 2 ചിന്മുദ്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നമ്മൾ ധ്യാനിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുദ്ര പിടിച്ചുകൊണ്ട്, എന്താ മുദ്ര? പഞ്ചമകാരങ്ങളിൽ ഒന്നാണ് മുദ്ര. ആ മുദ്ര ഉപയോഗിക്കുന്നത് ദേവനെ ദേവിയെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. പിടുത്തം കിട്ടിയാവോ? ദേവനെയോ ദേവിയെയോ നയിക്കുക, ആനയിക്കുക. അപ്പോൾ നയിക്കാനും ആനയിക്കാനും വേണ്ടിയിട്ടാണ് മുദ്ര. ആംഗ്യഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മുദ്രകൾ കാട്ടി, കഥകളി മുദ്ര കാട്ടി നിന്നെ വിളിക്കും എന്നെല്ലാം തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സിനിമാ പാട്ടിൽ കഥകളി മുദ്ര കാട്ടി നിന്നെ വിളിക്കും. അപ്പൊ ഈ ആവാഹന മുദ്രയുണ്ട്, സംസ്ഥാപന മുദ്ര, ഇങ്ങനെ മുദ്രകളെല്ലാം തന്നെ മന്ത്രസാഹിത്യത്തിലുണ്ട്. അതുപോലെ ചിന്മുദ്ര എന്ന് പറയുന്ന 24 മുദ്രകളിലൊന്ന്, അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തിന്റെ വളരെ ഗൗരവമുള്ളൊരവസ്ഥ. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുദ്രയും പിടിച്ചിരിക്കുന്നത്. ഇതേ രീതിയിൽ നമ്മളും ധ്യാനിക്കുന്ന വേളയിൽ മന്ത്രതന്ത്രാദികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ചിന്മുദ്ര പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ജപിക്കുന്ന പക്ഷം മാറ്റം വരും. മനസ്സിനും ബുദ്ധിക്കുമെല്ലാം തന്നെ മാറ്റം വന്നിട്ട് എന്തെന്നില്ലാത്തൊരു തേജസ്, ഒരു പ്രകാശത്തിന്റെ ധാരയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ പറഞ്ഞു വന്നിടത്തോളം ഏതൊരു ഈശ്വര സ്വരൂപത്തെയാണോ നമ്മൾ മണികണ്ഠനായിട്ട്, അയ്യപ്പനായിട്ട്, ശാസ്താവായിട്ട്, എല്ലാമായിട്ട് കരുതുന്നത്, അദ്ദേഹത്തിന്റെ ഇരിപ്പ് തന്നെ, ആ കെട്ടും മട്ടും തന്നെ വ്യത്യാസമുണ്ട്. യോഗാരൂഢനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇരിപ്പ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ ഒരു വ്യക്തിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല പട്ടബന്ധത്തോടു കൂടിയുള്ള ഇരിപ്പ്. എന്നിട്ട് ഈ പറയുന്ന ഇടത്തെ ആ മുട്ടിന്മേലെ ഈ കയ്യെല്ലാം തന്നെ വളരെ ഞാത്തിയിട്ടും ചിന്മുദ്ര ഈ പറയുന്ന വലത്തെ ആ മുട്ടിൽ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാവം, അത് വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ ജ്ഞാനികളാകൂ എന്ന് നിർദ്ദേശിക്കുകയാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ കടക്കണം. ജ്ഞാനികളാകണമെങ്കിൽ തലയിലേക്ക് കയറണം. തലയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ചപ്പും ചവറുമെല്ലാം തന്നെ പഠിച്ച് മുന്നോട്ട് പോകലല്ല. ആധുനിക വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞ് യാതൊരു കാര്യവുമില്ല എന്ന് MLA പോലും പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ എല്ലാ തരത്തിലും കുറെ സംഗതികൾ തലയിൽ കുത്തിച്ചെലുത്തി വെച്ച് റബിഷ് എന്ന് പറയുന്ന ചപ്പും ചവറുമെല്ലാം തന്നെ നമ്മളെ പീഡിപ്പിക്കുകയല്ലാതെ, ആത്മഹത്യ പ്രവണതയുണ്ടാക്കിക്കൊണ്ട് തന്റെ ഇടമില്ലാത്ത കുറെ കൂട്ടരെ വാർത്തെടുക്കലല്ലാതെ അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. അപ്പൊ ഇവിടെ അറിവ് എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ പ്രതീകമായിരിക്കുന്ന ചിന്മുദ്ര പിടിച്ചുകൊണ്ട് നമ്മെ ബോധവൽക്കരിക്കുന്ന അയ്യപ്പസ്വാമി നിങ്ങൾ എല്ലാവരും തന്നെ പ്രബുദ്ധരാകൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കെട്ടും മട്ടും ഇരിപ്പുമെല്ലാം തന്നെ കണ്ടിട്ട് പണ്ട് നമ്മുടെ ഇടയിൽ തന്നെ വന്നു ഈ ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന ബുദ്ധപ്രതിമയാണ്. അതിന് ബുദ്ധവിഹാരമായിരുന്നു. ശരണം വിളിക്കുന്നത് കേട്ടില്ലേ? അത് ബുദ്ധമതക്കാരുടെ രീതിയാണ്. ഇതെല്ലാം തന്നെ ഇടക്കാലത്ത് വന്ന ആരോപണങ്ങളാണ്. അവർ എല്ലാ തരത്തിലും ഇത്തരത്തിൽ ആരോപണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശരണം വിളി ബുദ്ധമതക്കാരുടെ മാത്രമല്ല, ശരണം നമ്മുടെ മന്ത്രങ്ങളിലും അനവധി മന്ത്രങ്ങളിൽ ഈ ശരണം ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ദുർഗാദേവി ശരണം ഹംപ്രവതി എന്ന് പറയുന്നത് സാക്ഷി മന്ത്രത്തില് ശരണം എന്ന് പറയുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന ഒരവസ്ഥ, ആധ്യാത്മികതയിലെ അങ്ങേയറ്റത്തിനവസ്ഥയിൽ ആവശ്യമായ ഒരു സംഗതിയാണ്.
ശരണം പ്രാപിക്കുക, ടോട്ടൽ സറണ്ടർ. അപ്പൊ ഇത്തരത്തിൽ ശരണം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നുകൊണ്ട് ബുദ്ധമതക്കാരുടേതാണ് എന്നും ആ ഇരിപ്പുകളെല്ലാം തന്നെ കണ്ടിട്ട് ബോധവൽക്കരിക്കപ്പെട്ട ഒരു രൂപമായതുകൊണ്ട് പ്രബുദ്ധമായിരിക്കുന്ന ബുദ്ധന്റെ രീതിയിലേക്ക് അതിനെ ചിത്രീകരിച്ചു കൊണ്ടുപോകുന്നതും വാസ്തവത്തിൽ ഒരു അനാവശ്യമായിട്ടുള്ള തർക്കമാണ്. ഇതെല്ലാം തന്നെ മാറ്റിയിട്ട് നമുക്കെങ്ങനെ ചിന്തിക്കാം? യോഗഭാവത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മചര്യത്തിലൂടെ കടന്നു കയറിയിട്ട് തലയിലേക്ക് പ്രവേശിച്ച് തലയെ പ്രബുദ്ധമാക്കിക്കൊണ്ട് സെറിബെല്ലം വിടുന്ന ബ്ലങ്കട്ട എന്നെല്ലാം പറയുന്ന മസ്തിഷ്കത്തിൽ അനവരതം ഒഴുകുന്ന ഈ പറയുന്ന അമൃതത്തിന്റെ ധാര ആസ്വദിച്ചുകൊണ്ടിരിക്കാനാണ് നിർദ്ദേശം. അപ്പൊ എല്ലാ തരത്തിലും അവിടുത്തെ ഭഗവാന്റെ ഇരിപ്പ്, ആ രൂപവും ഭാവവും എല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ മറ്റ് ശാസ്ത്രക്കാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇരിപ്പ് ഈ ശബരിമലയിൽ കാണാം. അപ്പോൾ ശബരിമല ശാസ്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പസ്വാമി ആദ്യകാലത്തെ വലിയന്മാരാരും തന്നെ ഓം ഘ്രൂം നമപ്പരായ കത്രേ എന്നുള്ള മന്ത്രമൊന്നും പ്രയോഗിച്ച് ആരും പൂജിച്ചിരുന്നില്ല. അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അത് അറിയാൻ പൂജിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മാറ്റി നിർത്തിയിട്ടാണോ എന്നറിയില്ല. അപ്പൊ ഏതായാലും ഓം ഘ്രൂം നമപ്പരായ കത്രേ എന്നുള്ള മന്ത്രം ഉപയോഗിക്കുന്ന രീതി വലിയന്മാർക്കുണ്ടായിരുന്നില്ല. അവർ ഏതൊരു പീഠം, ഗണപതിയുടേതായാലും ഭഗവതിയുടേതായാലും മുരുകന്റേതായാലും ഏതൊരു പീഠം പിരിക്കുമ്പോഴും അവർ ജപിച്ചിരുന്ന ഉച്ചത്തിൽ വിളിച്ചിരുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ്. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളിയില് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ വിഗ്രഹത്തെ, ബിംബത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന്, അതിനൊരു വിസ്താരമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, വിപുലമായിരിക്കുന്ന ഒരു ശൈലിയാണത്. മാളികപ്പുറത്തമ്മി വയ്ക്കുമ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ, ഗുരുഗണപതിമാരെയെല്ലാം തന്നെ സങ്കല്പിച്ചുകൊണ്ട് പീഠം ഭരിക്കുമ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ. അപ്പൊ എല്ലാ തരത്തിലും സ്വാമി എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ബോധത്തെ, ഞാനെന്ന് പറയുന്ന ഈശ്വര തത്വത്തെയാണ് ഇവിടെ വിപുലീകരിച്ച് കാണിക്കുന്നത്, അതിനെയാണ് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മന്ത്രം തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ഇരിപ്പും അദ്ദേഹത്തിന്റെ ജന്മുദ്രയും അദ്ദേഹത്തിന്റെ പട്ടബന്ധത്തോടുകൂടിയ യോഗാസനസ്ഥിതിയും അദ്ദേഹം ചെന്നിരിക്കുന്ന കാട്ടിലെ ആ അവസ്ഥയും ഇതെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ വാനപ്രസ്ഥനായിട്ടുള്ള ഒരു സമാധിസ്ഥനായ ഒരു ഈശ്വരഭാവം ആർജിച്ച സുന്ദരമായിട്ടുള്ള ഭാവത്തെ എല്ലാം തന്നെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിത്വമായിട്ട് കണ്ടുകൂടെ? പന്തള രാജാവിന്റെ വളർത്തുപുത്രനായിട്ട് വളർന്ന് കേരളക്കരയിൽ മാത്രം കാണുന്നൊരു കഥ. ഏതായാലും അമ്മയ്ക്ക് തലവേദന മാറാതെ വന്നപ്പോൾ ഭിക്ഷയ്ക്ക് വരാൻ ആ വൈദ്യൻ നിർദ്ദേശ രീതിയിൽ കാട്ടിൽ പോയി ഈറ്റപ്പുലിയെ, പെറ്റധികം നാളുകളായിട്ടുള്ള പുലിയെയും ആ പുലിക്കുഞ്ഞുങ്ങളെയും പാല് കറക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന അത്യത്ഭുതകരമായിട്ടുള്ള ഒരു അത്ഭുതം സൃഷ്ടിച്ച ആ 12 വയസ്സുകാരൻ അദ്ദേഹം പിന്നെ അവിടെ നിന്നില്ല, ഈ ദൗത്യമെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾ വാസ്തവത്തിൽ എന്നെ അറിയുന്നില്ല എങ്കിൽ വേണ്ട, ഞാൻ ഇതിനെല്ലാം തന്നെ സർവശക്തമായിട്ടുള്ളൊരു അവസ്ഥ എനിക്കുണ്ട് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് പോക്ക്. അതിനു മുമ്പ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ പരതി നടക്കുമ്പോൾ മഹിഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മർദ്ദിക്കുക. സ്ത്രീകളെ മർദ്ദിക്കുന്നത് നല്ലതാണോ? സ്ത്രീകളെ എന്ന് മാത്രമല്ല ആരെയും മർദ്ദിക്കുന്നത്, പേടിപ്പിക്കുന്നത് നല്ലതല്ല. പക്ഷെ അവിടെ ഈ കഥാഗോളത്തിന് മറ്റൊരു അർത്ഥതലം കൊടുക്കണ്ടേ? മഹിഷി എന്ന് പറയുന്ന എരുമ, ഇതുപോലെ തന്നെ ദേവി ഭാഗവത്തിൽ നമ്മൾ കാണുന്ന മഹിഷാസുരൻ, പോത്തായാലും എരുമയായാലും ഒരേ വർഗത്തിൽപ്പെട്ടത്. രണ്ടും വാസ്തവത്തിൽ അജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ്. കട്ടിയുള്ളത് പോലും എന്തും വന്നാൽ വാസ്തവത്തിൽ പ്രതികരിക്കാത്ത എല്ലാ തരത്തിലും ജഡസ്വരൂപമായിരിക്കുന്ന പോത്ത്, എരുമ, അത്തരത്തിലൊരു ജീവിയെ, എരുമയോട് ബന്ധപ്പെട്ട് ആ എരുമയെ ഈ ഇദ്ദേഹം വളരെ നിസ്സാര പ്രായമുള്ളപ്പോൾ മർദ്ദിച്ചു എന്നാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം? എരുമയെ മർദ്ദിക്കുക എന്നുള്ള അർത്ഥത്തിൽ വേണോ, അല്ലെങ്കിൽ എരുമയായിട്ട് വന്ന ആ ദുഷ്ട രാക്ഷസ സ്ത്രീയെ ഇങ്ങനെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ വേണോ? മർദ്ദിക്കുന്നത് ഏതായാലും എന്തായിരിക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത്? സാക്ഷാൽ ജഗദീശ്വരി 18 കൈകളുമായിട്ട് പ്രാദുർഭവിച്ച് പോത്തിനെ മർദ്ദിച്ച കഥയാണ് ദേവി ഭാഗവത്തിൽ. നിശുംഭന്മാരും മഹിഷാസുര മർദ്ദിനി എന്ന് പറയുന്ന ദേവിയും മറ്റും. അവിടെ ഈ പോത്തിനെ മർദ്ദിച്ചത് എന്തിനാ? അയാളെ വാസ്തവത്തിൽ നിലയ്ക്ക് നിർത്താൻ, നേരെയാക്കാൻ. അവിടെ ഈ മഹിഷാസുര മർദ്ദിനി എന്ന് പറയുന്ന ദേവി പോത്തായിട്ട് വന്ന അസുരനെ, മഹിഷാസുരനെ കൊല്ലുന്നുണ്ട്. ആ ദേവി നിഗ്രഹിക്കുന്നു ഈ പറയുന്ന മഹിഷാസുരനെ. പക്ഷേ ഇവിടെ ഈ പറയുന്ന മഹിഷി മർദ്ദകനായിരിക്കുന്ന ധർമ്മശാസ്താവ് ഈ മഹിഷി എന്ന് പറയുന്ന എരുവയെ കൊല്ലുന്നില്ല, മർദ്ദിച്ച് അവശയാക്കുകയാണ്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് മഹിഷി എന്ന് പറയുന്ന സ്ത്രീ, തെറ്റിദ്ധരിക്കരുത്, നേരായ രീതിയിൽ തന്നെ ചിന്തിക്കണം. മഹിഷി എന്ന് പറയുന്ന ഈ സ്ത്രീ, പ്രകൃതി, അതിനെ മർദ്ദിച്ചു എന്നാണ്. പ്രകൃതിയെ നിയന്ത്രിക്കുക.
അപ്പൊ എല്ലാ തരത്തിലും ബ്രഹ്മചര്യത്തിന് വേറൊരു കടത്തഭാവത്തിലേക്ക് നാം കടക്കുകയാണ്. യമനിയമാദികളില്ലാതെ, ആസന പ്രാണായാമാദികളില്ലാതെ, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പ്രത്യാഹാരമില്ലാതെ, ധാരണയില്ലാതെ, ധ്യാനമില്ലാതെ അത്തരത്തിൽ പോകുന്ന സമ്പ്രദായം അരുതേ എന്ന് നിങ്ങളിലും എന്നിലും എല്ലാം തന്നെ നമ്മളെ അലട്ടുന്ന സംഗതി ഏതൊരു സംഗതിയാണോ ഈ പ്രാകൃതമായിട്ടുള്ള വൈകാരികമായിരിക്കുന്ന അവസ്ഥ അതിനെ മർദ്ദിച്ചു എന്നാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതെന്താ? 77 വയസ്സുകാരൻ പേരക്കിടാവിനെ ഗർഭിണിയാക്കി. ഇടിക്കണ്ടേ? ആ ഇടിയാണ് ഇവിടുത്തെ മർദ്ദനം. 12 വയസ്സുകാരി പെങ്ങള് സ്വന്തം ആങ്ങളിൽ നിന്ന് ഗർഭിണിയായി എന്ന വാട്സാപ്പ് സന്ദേശം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേരളക്കരയിൽ മാത്രമല്ല, ലോകമെമ്പാടും നിയന്ത്രിതമല്ലാത്ത വൃത്തികെട്ട സമ്പ്രദായം, സെക്ഷലായിരിക്കുന്ന അബ്യൂസ്, അത് വാസ്തവത്തിൽ ഇല്ലാതെയാക്കണമെങ്കിൽ പ്രകൃതിയെ നിയന്ത്രിക്കണമെന്നുള്ള സംഗതി യമനിയമാദികളും അതുപോലെ ആസന പ്രാണായാമാദികളുമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് മഹിഷി എന്ന് പറയുന്ന എരുമയെ നിയന്ത്രിക്കുക എന്നുള്ള ആ പ്രവൃത്തി കാണിച്ചു തന്നു എരുമേലി. അപ്പൊ എരുമേലിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പേട്ട കെട്ടാനും തുള്ളാനുമായിട്ട് നടക്കുന്ന കൂട്ടര് അവിടെ എന്തുകൊണ്ട് ഇതിന് പ്രാധാന്യം വന്നു എന്ന് ചിന്തിച്ചാൽ, എരുമയെ നിയന്ത്രിച്ച, പ്രകൃതിയെ നിയന്ത്രിച്ച, എല്ലാ തരത്തിലും സെക്ഷലായിരിക്കുന്ന സംഗതികളെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് സ്പിരിച്വൽ പവർ ആർജിച്ച, പ്രാണോർജത്തെയെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന സഖാൽ അയ്യപ്പസ്വാമിയുടെ ചിത്രം അവിടെ പ്രകടമാകുകയാണ്. എരുമേലി, എരുമേലിയെ വിശുദ്ധി എന്നാണ് ചക്രത്തിൽ പറയുക. ശബരിമല ആജ്ഞ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കാന്തമല സഹസ്രാരം. അപ്പൊ എല്ലാ തരത്തിലും 6 തട്ടുകൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ മൂലാധാരം എന്ന് പറയുന്ന ജനേന്ദ്രിയത്തിനും ബുധത്തിനും ഇടയ്ക്ക്, അത് വാസ്തവത്തിൽ തിരുനെൽവേലിയിൽ ഒരു ശാസ്താക്ഷേത്രം, അത് കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുമ്പോൾ ലിംഗഭാഗത്തും, അത് കഴിഞ്ഞ് മണിപൂരം എന്ന് പറയുന്ന ഈ പറയുന്ന നാഭി ഹൃദയഭാഗത്തുമെല്ലാം തന്നെ വിരാജിച്ചിരുന്ന കേരളക്കരയിലേക്ക് വീടുകളെല്ലാം തന്നെ സന്ദർശിക്കണമെന്ന് ആർക്കറിയാം? 6 പടയി വീടെന്നാണ് പറഞ്ഞത്. ഈ 6 പടയി വീട് എന്ന് പറയുമ്പോൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന പടകൾ, ആ ശത്രുക്കളെയെല്ലാം തന്നെ ആക്രമിച്ച് കീഴടക്കാനുള്ള 6 സങ്കേതങ്ങളാണ് 6 പടയി വീട്. അതിലൊന്ന് വഴി എന്ന് മാത്രം. തിരുച്ചെന്തൂരും എല്ലാം തന്നെ അതിൽപ്പെടും. അതുപോലെ ഈ സ്വാമിമലയായാലും അങ്ങനെയുള്ള 6 പടയി വീട് അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരുവനും ഇതേ രീതിയിൽ തന്നെ 6 സങ്കേതങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ 6ാമത്തെ ആജ്ഞാചക്രമായിട്ട് ശബരിമല. അപ്പൊ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്ന അമ്മമാർ ശ്രദ്ധിക്കുക. അവിടെ വർത്താനം അതിൻ്റെ ഇടയ്ക്ക് 5-6 പേരേ ഉള്ളൂ. നിങ്ങളൊന്ന് വർത്താനം 5-6 പേര് അമ്മമാരായ 12 വയസ്സുകാരിയൊന്നും ഗർഭിണിയാവില്ല. ഞാൻ പച്ചയ്ക്ക് പറയട്ടെ, കാരണം ഞാൻ വക്കീലായതുകൊണ്ടാണ്. ഇപ്പൊ ഈ ഫാമിലി കോടതികളെന്ന് പറഞ്ഞാൽ ആകെ ദുരിതം പിടിച്ച സങ്കേതങ്ങളായിട്ടുണ്ട്, ആയിരക്കണക്കിന്. ഞാൻ എൻറോൾ ചെയ്യുമ്പോൾ ഒറ്റ ഫാമിലി കോടതിയില്ല. ഇപ്പോൾ ദുരിതത്തിന് സങ്കേതമായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തുടങ്ങിയാണ് തമ്മിത്തല്ല്, തലകീറല്. 2 വയസ്സുള്ള കുട്ടിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് മാനസിക രോഗികളെ സൃഷ്ടിക്കുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു. ഇതെല്ലാം തന്നെ വരാതിരിക്കണമെങ്കിൽ അച്ഛനമ്മമാർ നന്നായിരിക്കണം. അവർ വാസ്തവത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം കാള കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. നല്ല കുട്ടികൾ ഉണ്ടാകണമെന്നുള്ള രീതിയിൽ നമ്മൾ ധ്യാനിക്കാറില്ല, ജപിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, സന്താനോൽപാദനം നടത്താറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ശരീരത്തെ മെരുക്കിക്കൊണ്ടുള്ള പ്രത്യേക യാത്ര ശബരിമല യാത്രയിലുണ്ട്. അതിനാണ് ബ്രഹ്മചര്യം. അപ്പൊ ഈ ബ്രഹ്മചര്യം എന്തിന് അത്തരത്തിൽ അടക്കം ചിട്ടയോടും കൂടി 41 ദിവസക്കാലം ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ മൂലാധാരത്തിൽ നിന്ന് കടക്കണ്ടേ. ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തില് ഒരു ശ്ലോകം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഇരുപുറവും വരുമാനവസ്ഥയെ പൂത്തൊരു പടി പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരന് വരാൻ നരകമെന്നാണ്. അപ്പോൾ നരകം വരാതിരിക്കാൻ, അധപ്പതിക്കാതിരിക്കാൻ, താഴത്തേക്ക് പതിക്കാതിരിക്കാൻ ഒരു തരു എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചു വന്ന്, ഇരുപുറവും വരുമാനവസ്ഥയെ പൂത്തൊരു കൂടി പടർന്നുയർന്നു വേവും തരുവിനടിക്ക്, 2 വശത്തു കൂടി ഇങ്ങനെ ചുറ്റിപ്പടർന്നു പോകുന്ന 2 ലതകൾ, അതിന്റെ നടുവിലുള്ളൊരു വൃക്ഷം എന്ന് പറയുന്ന സുഷുമ്നാകാന്ഡം. ആ സുഷുമ്നാകാന്ഡത്തിന്റെ ഏറ്റവും അടിയിലിരുന്നു കൊണ്ട് തപസ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് കയറി മുകളിലേക്ക് പോരാം, താഴത്തേക്ക് ഉരുണ്ടു വീഴുകയില്ല എന്ന് ഗുരുദേവന്റെ കൃതി ശ്രദ്ധിച്ചോക്കെ. ഇരുപുറവും വരുമാനവസ്ഥയെ പൂത്തൊരുകൂടി വളർന്നുയർന്നുമേവും തരുവിന് അടിക്ക് തപസ് ചെയ്തു വാഴുന്നതിന് വരാ നരകം. അത്തരത്തിൽ നരകം വരാതിരിക്കാൻ ശാസ്താവിനെ ഉപാസിച്ച് തിരുനെൽവേലിയിലെ ശാസ്താവിലൂടെ കടന്നു കയറി ഓരോരോ ശാസ്താ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കടന്നു വന്നപ്പോൾ
മൂലാധാരം എന്ന് പറയുന്ന ജനനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്കുള്ള സ്ഥലം, അതിനെ തരണം ചെയ്തിട്ട് ലിംഗഭാഗവും തരണം ചെയ്ത് നാഭിപ്രദേശവും കടന്ന് ഹൃദയത്തിലേക്ക് വന്ന അനാഹതം എന്ന് പറയുന്ന ആ രംഗത്തെയും അതിക്രമിച്ച് വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ എരുമേലിയായി. എരുമേലി. അപ്പൊ ഈ എരുമേലി എന്ന് പറയുന്ന എരുമയെ വേണ്ട രീതിയിൽ മെരുക്കിയ സ്ഥലമാണ്. എരുമയെ മെരുക്കിയ എരുമേലിയിലേക്ക് വന്നപ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന ചക്രമായി എന്ന് പറയുമ്പോൾ ആ വിശുദ്ധി ചക്രത്തിലുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. അം ആം ഇം ഈം ഉം ഊം എറും ഇരുവിലും ഏം ഐം ഓം ഔം അം ആ. ഈ 16 അക്ഷരങ്ങളെ നമ്മൾ പറയുന്നത് മാതൃകാക്ഷരങ്ങൾ, അമ്മയുടെ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വൊവൽസ്. അപ്പൊ ഈ വൊവൽസ് എല്ലാം തന്നെ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്ന കഴുത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന ചക്രം അവിടെ വന്നപ്പോൾ എരുമേലി എന്നുള്ള പേരോടുകൂടി ഭഗവാൻ ഒരു ക്രിയ ചെയ്തു. എരുമയെ മെരുക്കി. എരുമയെ ഇടിച്ചോ അടിച്ചോ മർദ്ദിച്ചുമെല്ലാം തന്നെ അതിന് വാസ്തവത്തിൽ വളരെ ചിട്ടപ്പെടുത്തി അഥവാ നിയന്ത്രിച്ചു. എരുമയെ നിയന്ത്രിച്ചു, പ്രകൃതിയെ നിയന്ത്രിച്ചു. വിശുദ്ധി എന്ന് പറയുന്ന ചക്രത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ വിശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി. ആത്മാവിന്റെ ആ ശുദ്ധികെട്ട അവസ്ഥ, അശുദ്ധമായിരിക്കുന്ന സ്വഭാവമെല്ലാം തന്നെ വിട്ടിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും വിശുദ്ധി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തി. എരുമേലി കടന്നു. അവിടെ നിന്നാണ് പേട്ടയും കെട്ടി തുള്ളിച്ചാടി. വെളുത്ത വസ്ത്രമാണ് ധരിക്കുക. അപ്പൊ ഈ പേട്ട കെട്ടുന്നത് ഈ ആലങ്ങാട് യോഗക്കാര്, അത് എൻ്റെ നാട്ടിൽ നിന്ന് പോരുന്നവര്, അതുപോലെ അമ്പലപ്പുഴ യോഗക്കാര്, ഇവരെല്ലാവരും തന്നെ 2 തരത്തിലാണ്. അമ്പലപ്പുഴ യോഗക്കാരുടെ വേറെ രീതി, ഞങ്ങളുടെ രീതി വേറെ രീതി. ഒന്ന് ഗരുഡൻ, ഈ പറയുന്ന രീതി ഗരുഡൻ്റെതായുള്ള രീതി വേണം. ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടാണ് ഇവർ ഈ പേട്ട കെട്ടുന്നത്. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കാടും പടലുമെല്ലാം തന്നെ മേത്തുവച്ച് കൊട്ടിക്കൊണ്ട് ആ തുള്ളിച്ചാടുന്ന രീതിയല്ല ആലങ്ങാട് യോഗക്കാരുടെ പേട്ട തുള്ളൽ. അപ്പൊ ശുദ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തില് എരുമയെല്ലാം തന്നെ മെരുക്കി. അവിടുത്തെ ധർമ്മശാസ്താവ്, എരുമയിലെ ധർമ്മശാസ്താവ് വിശുദ്ധി എന്ന് പറയുന്ന ചക്രത്തിൽ നിന്ന് നമ്മളെ നയിക്കുകയാണ് ആജ്ഞാചക്രത്തിലേക്ക്, നെറ്റിയിലേക്ക്. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. അപ്പൊ ഈ രുദ്രന്റെ ഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് സംഹാരതത്വത്തെയും അതിജീവിച്ചുകൊണ്ട് തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള രംഗത്തേക്ക് കിടക്കുകയാണ്. ഒന്നുകൂടി വിളിക്കാമോ? ഈ നെറ്റിയിൽ ആണ് ശബരിമല, അവിടെയാണ് ശബരിമല എന്ന് കണ്ടുകൊണ്ട് ആ ശബരിമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ 5 സങ്കേതങ്ങൾ കൂടി മുറിച്ച് കടക്കണം. അതിന് ബ്രഹ്മചര്യം വേണം, അതിന് കടുകട്ടിയായിട്ടുള്ള നിഷ്ഠയും പ്രധാനുഷ്ഠാനങ്ങളും വേണം. ഇതെല്ലാം ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി ഉച്ചത്തിൽ വിളിക്കാമോ? സ്വാമിയേ. ഇങ്ങനെയുള്ള സ്വാമിയെ കണ്ടുപിടിക്കാനാണ് പണ്ട് കാരണവന്മാര്, പെരിയന്മാര് ഈ മഹാമന്ത്രം ദശാക്ഷരി അതെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് 41 ദിവസക്കാലം കഴിച്ചുകൂട്ടി ആഹാരാധികാരങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ച് സ്വസ്ഥവും സ്വതന്ത്രവുമായിരിക്കുന്ന ജീവിതത്തിലൂടെ ഭാര്യാഭർത്തൃബന്ധമെല്ലാം തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ബ്രഹ്മചര്യ ദീക്ഷയിലൂടെ കടന്നു കയറി ആജ്ഞാചക്രത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഏതായാലും 41 ദിവസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഈ എരുമേലിയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ജ്യോതിഷ് ഉയർന്നു കാണാൻ, ഉണർന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിഴക്കോട്ട് നോക്കിയിരിക്കും. ആ ദിവസമാകുമ്പോഴേക്ക് ഈ കാന്തമല എന്ന് പറയുന്ന 7ാമത് മല, കാന്തം എന്ന് പറയുമ്പോഴേ തന്നെ അറിയാം കാന്തത്തിന്റെ പ്രസക്തി എന്താ, ആകർഷണം, ഇതെല്ലാം തന്നെ ശക്തി വൈഭവമാണ്. കാന്തം ഇലക്ട്രിക് എനർജി. അപ്പൊ എല്ലാ തരത്തിലും ആകർഷണ, ഭൂഗുരുത്വം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള സങ്കേതത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവിടെയാണ് ഈ ജ്യോതിഷിങ്ങനെ പൊങ്ങി വരുന്നത്. 6ാമത്തെ സങ്കേതം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് നമ്മൾ പതുക്കെ കയറി കാന്തമലയിലേക്ക് ചെല്ലുമ്പോൾ പന്നമ്പലമേടം തരണം ചെയ്ത് 7ാമത്തെ ഈ പറയുന്ന അതിസുന്ദരമായിരിക്കുന്ന സഹസ്രാര പത്മത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ജ്യോതിഷി ഇങ്ങനെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ തലയിൽ ഇറ്റിറ്റി വീഴുന്ന അമൃതത്തിന്റെ ധാര, ആ അമൃതം എന്ന് പറയുന്ന സഹസ്രാര അമ്പുജാരൂഢ സുധ എന്ന ലളിതയിൽ പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ യാത്ര എന്താണ്? നമ്മൾ കഥകൾ പാടിക്കൊണ്ട് 4-5 ദിവസക്കാലം കൊണ്ട് അയ്യപ്പ ഭാഗവതം വായിച്ചുകൊണ്ട് ഏതായാലും കൊട്ടിപ്പാടി കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എത്തേണ്ടയിടത്ത് എത്തുന്നില്ല. നമ്മൾ എത്തേണ്ടയിടത്ത് എത്തണമെങ്കിൽ നിയന്ത്രിതമായിരിക്കുന്ന ഒരു മനസ്സും ബുദ്ധിയും ആവശ്യമാണ്. നിയന്ത്രിതമായിരിക്കുന്ന മനസ്സും ബുദ്ധിയുമാണ് ഈ പറയുന്ന മോഹിനി വേഷധാരിയായ വിഷ്ണുബോധ പോലെ ശിവനും കൂടി യോജിച്ച് അത്തരത്തിൽ സൃഷ്ടിച്ച മണികണ്ഠനിലൂടെ നമ്മൾ സാധിക്കുന്നത്. ഒന്നും കൂടി സ്വാമിയേ. ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് അറിഞ്ഞ് സേവിക്കുന്നവൻ ആനന്ദമൂർത്തി, അറിയാതെ സേവിക്കുന്നവൻ അപരാനന്ദമൂർത്തി. എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അനുഭവിച്ചു വന്ന ചില കഥകൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. എന്റെ നാട്ടിൽ തന്നെ ആനയും അമ്പാരിയുമായിട്ട് ആർഭാടപൂർവം കൊട്ടും പാട്ടും അത്തരത്തിൽ വിളക്കുമെല്ലാം തന്നെ നടത്തിയിട്ടുള്ള അനവധി വ്യക്തികൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടിയിട്ടുള്ള കഥ. അതൊന്നും അയ്യപ്പന് ഇഷ്ടമല്ല.
നിഷ്കഞ്ചനപ്രിയനായിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂർ മഹാദേവന്റെ പോലെ, കൊട്ടിയൂർ മഹാദേവൻ ആനയ്ക്ക് നെറ്റിപ്പട്ടമില്ല, അല്ലെങ്കിൽ അത്തരത്തില ഈ പറയുന്ന രീതിയിൽ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഭസ്മക്കുറിയും ധരിച്ചുകൊണ്ട് ആനപ്പുറത്ത് ഓലക്കുടയും എല്ലാം തന്നെ ചൂടിക്കൊണ്ടാണ് ഭഗവാന്റെ വരവ്. അതുപോലെ നിഷ്കഞ്ചനപ്രിയനായിരിക്കുന്ന ഈ ശബരിമല ധർമ്മശാസ്താവ് അയ്യപ്പൻ, അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ആരാധിച്ചാൽ നമുക്ക് ഗുണം കിട്ടും, അല്ലെങ്കിലോ അവരാണ്ട് മൂർത്തി. എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലായില്ലേ? യോഗവിദ്യയാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വളരെ അഭ്യസിക്കാനോ വളരെ അഭ്യാസികളെ ഇങ്ങനെ കൊണ്ടുപോകാനോ വന്നു എന്നെല്ലാം കഥയുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലൊന്നും അറിയില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കളരി അഭ്യാസിയായിരുന്നു ഇദ്ദേഹമെങ്കിൽ 12ാമത്തെ വയസ്സിൽ സാധിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ സാധിച്ചു എങ്കിൽ, ആ 12ാമത്തെ വയസ്സിൽ പെറ്റുകിടക്കുന്ന വലിയ കൂട്ടത്തെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു എങ്കിൽ, കാര്യങ്ങളെല്ലാം തന്നെ പ്രകടമാക്കിക്കൊണ്ട് അമ്മയുടെ തലവേദന നുണയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ വഞ്ചകന്മാരുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് ഏതൊരു സങ്കേതത്തിലേക്കാണോ വനമേഖലയിലേക്കാണോ പോയത്, വാനപ്രസ്ഥനായി എന്നിട്ട് സന്യാസത്തോടു കൂടിയിരിക്കുന്ന അദ്ദേഹത്തെയല്ലേ ഓരോ ദിവസവും വൈകുന്നേരം എല്ലാ തരത്തിലും തൂത്ത് തുളച്ച് വൃത്തിയാക്കി ഭസ്മമെല്ലാം തന്നെ ഇടിക്കുന്ന രീതി, പ്രത്യേകിച്ച് നട അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിൽ ഒരു ദണ്ഡം കൊടുത്തുകൊണ്ട്, യോഗ ദണ്ഡം കൊടുത്തുകൊണ്ട് ഒരു സന്യാസിയുടെ വേഷം ഇങ്ങനെ കെട്ടിച്ചുകൊണ്ട് ഇരുത്തുന്ന രീതി ഇത് പഴനിയിലും കാണാം. അപ്പോൾ പഴനിയാണ്ടവനായാലും നമ്മുടെ ശബരിമല ധർമ്മശാസ്താവായും അവരെല്ലാവരും തന്നെ സന്യാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഇഷ്ടദേവതകളാണ്. എന്താണപ്പോ സന്യാസം? എല്ലാം വലിച്ചു വാരി ദൂരെ കളഞ്ഞുകൊണ്ട് ഭാര്യയെ നോക്കാതെ കാട് കയറി പോകലല്ല. സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാര്യാപത്ര ബന്ധം വച്ചു പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സന്യാസിമാരാകാം. സമ്യക്കായിട്ട് നിസിക്കുക, വേണ്ട രീതിയിൽ നിസിക്കേണ്ടത് ത്യജിക്കേണ്ടതെല്ലാം തന്നെ ത്യജിക്കുക, സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുക, തെക്കേന ഭുജീത എന്ന് ഈശാവാസ്യം പറയുന്ന പോലെ. അപ്പോൾ എല്ലാ തരത്തിലും അതിന്റെ പ്രതീകമാണ് ഈ ശബരിമല ധർമ്മശാസ്താവ് സന്യാസത്തിന്റെ. എങ്ങനെ നാടിനെ ഉപേക്ഷിക്കണം, എങ്ങനെ വീടിനെ ഉപേക്ഷിക്കണം, എങ്ങനെ ഈ പറയുന്ന പ്രപഞ്ചത്തെ ഉപേക്ഷിക്കണം, എങ്ങനെ പ്രകൃതിയെ അതിജീവിക്കണമെല്ലാം തന്നെ സ്വജീവിതം കൊണ്ട് കാഴ്ചവെച്ച് അവിടെ ചെന്ന് സ്വസ്തി ഈ പറയുന്ന രീതിയിൽ പ്രത്യേക ആസനത്തിൽ ഇരുന്നുകൊണ്ട് ചിന്മുദ്രയും പിടിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് തത്വോപദേശം, തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്ന ഈശ്വരത്വം, അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ ഈ വ്യത്യസ്ത രീതിയിൽ ഇവിടെ പഠിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനം പാലാഴിമഥനം. പാലാഴിമഥനം എന്ന് പറയുന്ന ഒരു കഥാകോളത്തോട് ബന്ധപ്പെട്ട് എന്റെ നാട്ടിൽ ഉടുക്കോട്ടും പാട്ടുമെല്ലാം തന്നെ നടത്ത ആ കഥ കൂടാതെ മറ്റൊരു കഥ കൂടി പാടാറുണ്ട്, ശൂർപ്പകന്റെ കഥ. ശിവപെരുമാളൊരുത്തിലെ ഒരു അസുരനെ, ഒരു രാക്ഷസന് വരം കൊടുത്തതാണ്, തൊടുന്നതല്ല, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ എല്ലാം തന്നെ ഭസ്മമാകും എന്നുള്ള രീതി മൃഗാസുരൻ എന്ന് ഭാഗവത്തിൽ പറയും. അപ്പൊ അത്തരത്തിലൊരു അസുരന് വരം കൊടുത്തുകൊണ്ട് ആ വരമെല്ലാം തന്നെ പരീക്ഷിക്കാൻ ശിവന്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്ന അയാളിൽ നിന്ന് രക്ഷപ്പെടുക്കാനായിട്ട് മോഹിനി വേഷധാരിയായിട്ട് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നും ആ മോഹിനി വേഷം കാണാനായിട്ട് ഭഗവാൻ കൊതിച്ചു എന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ കൂടി പാടാറുണ്ട്. അത് വിട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഥ നമ്മൾ കാണുന്നത് ഭാഗവതത്തിൽ പാലാഴിമഥനം കഴിഞ്ഞൊരു കുട്ടി ജനിക്കുന്നു എന്ന് മൂലത്തിൽ പറയുന്നില്ല എങ്കിൽ കൂടി പാലാഴിമഥനമെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് മലയാള ഭാഗവതത്തിൽ ഒരു കുട്ടിയെ കൊടുത്തു, ശിവന് വാസ്തവത്തിൽ ഒരു കുട്ടിയെ കൊടുത്തു ഈ മോഹിനി വേഷധാരി എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛൻ പര്യവസാനിപ്പിക്കുന്നുണ്ട്. സ്കന്ദപുരാണാന്തർഗതമായിരിക്കുന്ന തമിഴ്നാട്ടിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലാണെങ്കിൽ ഇങ്ങനെ ജനിച്ചു എന്ന് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പൊ ഏതായാലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലീല അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഥാഗോളം പാലാഴിമഥനമാണ്. നല്ലപോലെ ചിന്തിക്കുക, ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് നമുക്ക് ഭജനയിലേക്ക് കിടക്കാം. അന്ധകരണമാണ് ഈ പറയുന്ന പാലാഴി എന്നുള്ളത് മറക്കാതിരിക്കുക. നേരത്തെയും പറഞ്ഞു വന്ന അതാണ്. അന്ധകരണത്തിന്റെ ഒരു ഭാഗം ബുദ്ധി, അന്ധകരണത്തിന്റെ ഒരു ഭാഗം മനസ്സ്, ചിത്തം, ഇതെല്ലാം തന്നെ യോജിപ്പിക്കുന്ന പ്രവൃത്തി, ഈ ശിവനും വിഷ്ണുവും തമ്മിലുള്ള യോജിപ്പ്. അതേ രീതിയിൽ അന്ധകരണം തന്നെയാണ് പാലാഴി. അനന്തപത്മനാഭൻ തിരുവനന്തപുരത്ത് നിന്നിട്ട് നീളത്തിൽ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ അന്ധകരണത്തിലാണെന്ന് ഉറപ്പിച്ചാൽ, ഈ അന്ധകരണത്തെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ അവിടെ കിടക്കുന്ന ഈ പറയുന്ന വിഷ്ണുവിനെ കാണാം. ഈ അന്ധകരണത്തിലേക്ക്, വിഷ്ണു കിടക്കുന്ന പാലാഴിയിലേക്ക് ശരീരം ബാധയായിട്ട് വന്നപ്പോൾ, ശരീരമാണ് പ്രധാനം എന്ന് കരുതിയപ്പോൾ പലതും തിരോധാനം ചെയ്തു. ഞാൻ പറഞ്ഞു പിടുത്തം കിട്ടിയില്ല. നമ്മളെല്ലാവരും തന്നെ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നാറ്റ ശരീരം, ഈ വൃത്തികെട്ട ശരീരത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചു പോയാൽ നമ്മുടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള കഴിവ് മുഴുവൻ തിരോധാനം ചെയ്യും. അങ്ങനെ ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിര പോയി, ഐരാവതം എന്ന് പറയുന്ന ആന പോയി, പാരിജാതം എന്ന് പറയുന്ന വൃക്ഷം പോയി, ലക്ഷ്മി എന്ന് പറയുന്ന ശ്രീ പോയി, എല്ലാം പോയി. എന്താ കാരണം? ഈ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശരീരമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിലുള്ള ഈ ഐശ്വര്യത്തിന്റെ എല്ലാ സ്വരൂപങ്ങളും സ്വഭാവങ്ങളും തിരോധാനം ചെയ്യുന്നു എന്ന്. അതിനെ വീണ്ടെടുക്കാൻ എന്താ വിദ്യ?
ഭഗവാൻ തന്നെ അന്ധകരണത്തിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു തന്നെ പറഞ്ഞു, ദേവാസുരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പാലാഴിയെ വധിക്കേ, ഞാൻ കിടക്കുന്ന പാലാഴിയെ വധിക്കേ, ഞാൻ കിടക്കുന്ന, ഞാൻ ഇരിക്കുന്ന എന്ന് പറയുന്ന അന്ധകരണത്തെ ഉപാസന. അപ്പോൾ നിങ്ങളും ഞാനും എല്ലാവരും തന്നെ ചെയ്യേണ്ടത് അന്ധകരണ മഥനമാണ്. ഈ അന്ധകരണ മഥനം നടത്തിയപ്പോഴാണ് ആദ്യം ഹാലാഹല വിഷം കാളകൂടം വന്നു. അതിൽ നിന്ന് നമ്മളെ എല്ലാം രക്ഷിക്കാനായിട്ട് ശിവപെരുമാൾ അവതരിച്ചുകൊണ്ട് ശ്രീകണ്ഠനായി നീലകണ്ഠനായി വിഷത്തെയെല്ലാം തന്നെ ഭുജിച്ചു എന്ന കഥ. കുറെ ഇങ്ങനെ ഇത്തരത്തിൽ മഥനം ചെയ്ത് കഴിഞ്ഞപ്പോൾ പാലാഴിയിൽ നിന്ന് ധന്വന്തരീമൂർത്തി ഒരു കുടത്തിൽ നടത്തി അമൃതവുമായിട്ട് പ്രത്യക്ഷപ്പെടുത്തു എന്ന അമൃതത്തെ ഒരു നിമിഷം കൊണ്ട് വാസ്തവത്തിൽ ഈ ദേവന്മാർ ഉറങ്ങിപ്പോവുകയോ മറ്റോ ചെയ്തുകൊണ്ട് ആലസ്യത്തിലാണ്ട് ദേവന്മാരെ പറ്റിച്ച് അസുരന്മാർ അതിനെ ബഹിരിച്ചുകൊണ്ട് പോയപ്പോൾ അതിനെ വീണ്ടെടുക്കാനായിട്ട് മോഹിനീവേഷധാരിയായിട്ട് വിഷ്ണു വന്നു എന്നാണ്. അസുരന്മാരെ മോഹിപ്പിക്കാൻ വിഷ്ണുവിന് സാധിച്ചു ഈ പറയുന്ന മോഹിനി വേഷത്തോടുകൂടി. ആ മോഹിനിക്ക് ഈ ശിവൻ എന്ന് പറയുന്ന ജ്ഞാനസ്വരൂപനെ മോഹിപ്പിക്കാൻ കഴിയുമോ? ഇത് ചിന്താവിഷയം. അവിടെ സംഭവിച്ചതെന്ത്? അത് ചിന്താവിഷയം. അപ്പൊ എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയ ആ അമൃതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു വേഷം ചിത്തസ്ഥിതരായിരിക്കുന്ന വാസുദേവൻ അനുഷ്ഠിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അമൃതം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടെടുക്കണം. അമൃതം എന്ന് പറയുന്നത് മൃതമല്ലാത്ത, മരിക്കാത്ത, അല്ലെങ്കിൽ ജന്മമരണ വിഹീനമായിരിക്കുന്ന ഒരവസ്ഥ ഏതൊരു സന്ദർഭത്തിലാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോൾ അമൃതമഥനം നടത്തിയേ മതിയാവൂ. മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അമൃതമഥനം നടത്തിയേ മതിയാവൂ. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം, അതിനു വേണ്ടിയിട്ട് ഈ അമൃതമഥനം നടത്തിയേ മതിയാവൂ. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. ജനനമരണം എന്ന് പറയുന്ന സംഗതിയാണ് സംസാരത്തിന്റെ സവിശേഷത. അതിൽ നിന്ന് മോചനം ലഭിക്കുക എന്നർത്ഥം. ഈ ആറന്മുള സ്വദേശിയായിരുന്ന സ്വാമി ആത്മാനന്ദൻ അദ്ദേഹം പാടിയത് മതി മതി ജനിച്ചതും ഗുരുനാഥ കൃഷ്ണ, മതി മതി മരിച്ചതും കരുണാബ്ധേ, കൊതി ഇവനതിലൊരു ലവലേശം പോലും നഹി നഹി ജനി മൃതി ഭയഹരണ. ജനിച്ചതും മരിച്ചതും മതി. ഇതിന് കുന്തിദേവി ഭാഗവതത്തിൽ ആദ്യം തന്നെ അപുനർഭവം എന്ന് പേരിട്ടു. ഒരു കീർത്തനത്തിലാണെങ്കിൽ പുനരിങ്ങനെ ജനനീ ജന ജഠരേയധിവാസം പനിമാമലമകൻ വര വെറുതെ അരുളരുതേ. പുനരിങ്ങനെ ജനനീ ജന ജഠരേയധിവാസം പനിമാമലമകൻ വര വെറുതെ അരുളരുതേ. അതിനെന്ത് വേണം? പാലാഴി മഥനം. അപ്പൊ ഈ അന്ധകരണത്തെ മഥിച്ചുകൊണ്ട് ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കാം, അമൃതത്തെ സമ്പാദിക്കാം. അത് ഉപാസന. ചുരുക്കി പറഞ്ഞാൽ ഉപാസനയിലൂടെ ഉരുത്തിരിയുന്ന സ്ഥിതിവിശേഷമാണ് ഇവയ്ക്കുള്ളത്. ക്ഷേത്രം സുന്ദരമായിട്ടുണ്ടാക്കി, ഗംഭീരമായിട്ടുള്ള നാലമ്പലവും ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചു, ഉത്സവമെല്ലാം തന്നെ കേമത്തോടുകൂടെ നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്ഷേത്രത്തെയെല്ലാം തന്നെ നമ്മൾ സാധനയ്ക്കുള്ള ഉപാധിയായിട്ടും ഉപകരണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം മെരുക്കപ്പെടും, ഒരുങ്ങും. അങ്ങനെ ഒരുങ്ങിയ ശരീരത്തിൽ നമുക്ക് വളരെ വളരെ പല കാര്യങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഈ അയ്യപ്പനെ സേവിക്കുന്നതും. അയ്യപ്പനെ സേവിച്ചുകൊണ്ട് ഈ പാലാഴി മഥനം കഥയെല്ലാം തന്നെ പാടിക്കൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അമൃതത്തിന്റെ ഭാവം ചിന്തിച്ചാൽ മതി. ഈ അമൃതം അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഈ കഥാകോളങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചില ശാസ്താവിന്റെ കയ്യിൽ ചിലയിടങ്ങളിൽ, തൃപ്രയാർ പോലുള്ള മറ്റു പലയിടങ്ങളിലും കാണുന്നുണ്ട്, വലത്തെ കയ്യിൽ ചിന്മുദ്രയൊന്നുമല്ല, ശാസ്താവിന് അമൃതകലശമാണ്. ഈ അമൃതകലശധാരിയായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കാണുന്നുണ്ട്. ആറാട്ടുപുഴ ശാസ്താവ് എന്ന് പറയുമ്പോൾ തൃപ്രയാർ ദേവരെ ആണ്ടിലൊരിക്കൽ എഴുന്നള്ളിപ്പോകുന്ന സങ്കേതം, അത് ശാസ്താവ് എന്ന് പറഞ്ഞാൽ പോലും വസിഷ്ഠന്റെ സങ്കേതമായിട്ടാണ് കാണുന്നത്. ഗുരു ഇവിടെ നമ്മൾ ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്മുദ്രയുള്ളത് കൊണ്ട് ഗുരുഭാവം തന്നെയാണ്. ഉപദേശിക്കാനും നമ്മെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഭാവമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഈ വക സംഗതികളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതായാലും യശസ്വരീനായിട്ടുള്ള ത്രയക്ഷരചൈതന്യ അദ്ദേഹം രചിച്ചു തന്ന അനവധി പാട്ടുകളിലൂടെയും മറ്റും നമുക്ക് ലഭ്യമായിരിക്കുന്ന മണികണ്ഠന്റെ കഥ, 12 രാജാക്കന്മാരിലൂടെ കടന്നു വന്ന കഥാപാത്രത്തെ എപ്രകാരം നമ്മൾ ശബരിമല അയ്യപ്പനായിട്ട് കാണുന്നു എന്നുള്ള ചിന്ത, അത് വളർത്തിക്കൊണ്ട് നമ്മൾ ആധ്യാത്മിക സബരിയിലെ അത്യുന്നതമായിട്ടുള്ള നിലവാരത്തിലേക്ക് ഉയരുക. ഈ പറയുന്ന രീതിയിൽ അജ്ഞാചക്രവും കടന്നുകൊണ്ട് നമ്മൾ എത്തേണ്ടതായിട്ടുള്ള കാന്തമലയിലേക്ക്, സഹസ്രാരപത്മത്തിലേക്ക് കടന്ന് നമ്മുടെ ശരീരം കൊണ്ട് നേടേണ്ട നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിക്കാനുള്ള ഒരു ഈശ്വര സ്വരൂപം തന്നെയാണ് അയ്യപ്പൻ എന്നുള്ള മറക്കാതിരിക്കുക. ആ ഭാവത്തിൽ ഒന്ന് വിളിക്കാമോ? സ്വാമിയേ. ഇദ്ദേഹം തന്നെ ഈ ത്രയക്ഷരചൈതന്യ എന്ന് പറയുന്ന പൂജനീയ വ്യക്തിത്വം
അദ്ദേഹം തന്നെ ആ കൃതിയില് ഓം നമോ ഭഗവതേ ഭൂതനാഥായ എന്ന് പറയുന്ന ഒരു ദാശാക്ഷരി മന്ത്രം നമുക്ക് ഇട്ടുതരുന്നുണ്ട്. മറ്റൊന്ന് നവാക്ഷരി മന്ത്രമാണ്, സ്വാമിയേ ശരണം അയ്യപ്പ. ഈ 12 അക്ഷരമുള്ള ഓം നമോ ഭഗവതേ ഭൂതനാഥായ ആ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഭൂതങ്ങളുടെ നാഥനാണ്. ആകാശം മുതൽ ഭൂമി വരെയുള്ള പഞ്ചമഹാഭൂതങ്ങളാണ്. ഈ പഞ്ചമഹാഭൂതങ്ങളുടെ നാഥനായിരിക്കുന്ന ആ ദേവതയെയാണ് നമ്മൾ ഈ പറയുന്ന മൂർത്തികൽപ്പനയോടുകൂടി ശാസ്താവ് എന്നുള്ള രീതിയിൽ ആരാധിക്കുന്നത്. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ചിന്മുദ്ര പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക ധ്യാനം, ആ ധ്യാനത്തിൽ ഒരു മന്ത്രവും കൂടി കടന്നു വരുന്നത് ഓം നമോ ഭഗവതേ ഭൂതനാഥായ. നമ്മൾ പെരിയോന്മാരിലൂടെ കണ്ടുപിടിച്ചതും കിട്ടിയതുമായിട്ടുള്ള മന്ത്രം സ്വാമിയേ ശരണം അയ്യപ്പ. അപ്പോൾ ഈ വരുന്ന ഈ ദിവസക്കാലങ്ങൾ മുഴുവൻ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയും ഭക്തിയും വെച്ച് പുലർത്തിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾക്കെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരത്തെ മെരുക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ ശക്തമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രാണോർജം അതിനെയെല്ലാം തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറെടുക്കുക. മകരവിളക്കാവുമ്പോഴേക്കും 60 ദിവസക്കാലം കഴിഞ്ഞുകൂടുന്ന ഈ മണ്ഡല വ്രതത്തിന് ശേഷമുള്ള കാലം ഉൾപ്പെടെ ആ കാലഘട്ടത്തിലൂടെ നമ്മൾ സമാർജിക്കേണ്ടത് എന്താ? ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അമൃത സമ്പാദനം എന്ന് പറഞ്ഞാൽ ജനനമരണ വിഹീനമായിരിക്കുന്ന ആ ഭാവം, അപുനർഭവം എന്ന് പറയുന്ന ലക്ഷ്യം ആ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം ജപിക്കാം. സ്വാമിയേ 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 നമ്മൾ അന്ധവിശ്വാസികളാകരുത്. ക്ഷേത്രം നമ്മൾ മെനഞ്ഞെടുക്കാറുണ്ട്, മെനക്കെട്ട് ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ക്ഷേത്രമെല്ലാം തന്നെ ക്ഷയാൽ ത്രായതേതി ക്ഷേത്ര എന്നാണ് പറയുന്നത്. നമുക്ക് ക്ഷയം സംഭവിക്കാതിരിക്കാൻ, നമ്മൾ അക്ഷയമാകാൻ. ക്ഷയം എന്ന് പറയുന്ന ശരീരത്തിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ അക്ഷയമാകും. അക്ഷയപാത്രം എന്ന് പറയുന്നത് ഈ ഗാത്രമാണ്. നമ്മുടെ ശരീരം തന്നെയാണ് അക്ഷയപാത്രം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ക്ഷേത്രത്തെയും മറ്റും ഉപജീവിച്ചുകൊണ്ടുള്ള സാധനയിലൂടെയാണ്. ക്ഷേത്രം എന്ന് പറയുന്ന ശരീരം, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ അത്തരത്തിലുള്ള ഈ ക്ഷേത്രമാകുന്ന ശരീരത്തെയും ആ ക്ഷേത്രത്തെയും രണ്ടിനെയും ഒരേപോലെ നമ്മൾ തുലനം ചെയ്തുകൊണ്ട് ശ്രീകോവിൽ തലയാണ്, അടുത്ത ബലിവട്ടം താൻ മുഖം, അതുകൂടാതെ ചുറ്റുമേലും ഈ പറയുന്ന രീതിയിൽ ആ ബലിവട്ടം, ആദ്യത്തെ ബലിവട്ടം അത് വാസ്തവത്തിൽ മണ്ഡപം സാക്ഷാൽ കണ്ടമതാണ് എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിൽ ശ്രീകോവിൽ തലയാണ്, അടുത്ത ബലിവട്ടം താൻ മുഖം, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മണ്ഡപം സാക്ഷാൽ കണ്ടമതാണ്, ചുറ്റുമിയലും ചുറ്റമ്പലം കയ്യുകളെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്ത്രവും അതുപോലെ ദശാസ്ത്രവും ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ മെനഞ്ഞെടുത്ത ഈശ്വര ശരീരം, അതാണല്ലോ ക്ഷേത്രം. ആ ഈശ്വര ശരീരം ഈ ശരീരമാണെന്ന് കണ്ടാൽ ഈ ശരീരത്തെയും ക്ഷേത്രം എന്ന് പറയും, അതിനെയും ക്ഷേത്രം എന്ന് പറയും. രണ്ടിൻ്റെയും ഉദ്ദേശം ക്ഷയാക്രായതേ എന്ന് പറയുന്നതാണെന്നും കണ്ടാൽ നമ്മൾ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? ആ ക്ഷേത്രത്തെ ശുദ്ധമാക്കി സൂക്ഷിക്കുന്ന പോലെ ഈ ക്ഷേത്രത്തെയും ശുദ്ധമാക്കി സൂക്ഷിച്ചുകൊണ്ട് രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് സാധകന്മാരായിട്ട് മാറുക. നമ്മൾ സാധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ച് കിട്ടുന്നവരേക്ക് നിൽക്കാതിരിക്കുക. ഒരേ ഒരു ആഹ്വാനം മാത്രമേ ഉള്ളൂ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്നവരേക്ക് ഒരു ഹിന്ദു അജ്ഞാനിയല്ല, അയാൾ വാസ്തവത്തിൽ അന്ധവിശ്വാസിയല്ല, അയാൾ ബഹുദൈവ ആരാധകനല്ല, അയാൾ പ്രതിമകളെ പൂജിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രതിമകളെ തച്ചുടയ്ക്കുന്നവനാണ്, പ്രതിമകളെയെല്ലാം തന്നെ കടലിൽ കൊണ്ടുപോകാൻ യാതൊരു മടിയുമില്ലാത്തവനാണ്. ഗണേശോത്സവമായാലും ദുർഗ അഷ്ടമിയായാലും അവിടെ എല്ലാം തന്നെ നമ്മൾ ചെയ്തു പോരുന്ന പോലെ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് മരിക്കുന്നവനല്ല ഹിന്ദു. ഇതെല്ലാം തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ആരാധിക്കുന്ന പ്രണവത്തെയാണ്, ശബ്ദ ബ്രഹ്മത്തെയാണ്, ഓംകാരത്തെയാണ് എന്ന് നല്ലപോലെ ധരിച്ചുകൊണ്ട് ഓംകാരവും കൂടി ഒന്ന് ജപിക്കാം. കുറച്ചു പേരേ ഉള്ളൂ. ഓ മുകളിലേക്ക് ഓ താഴത്തേക്ക് ഈ
ഫ്ലൈറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ, ഫ്ലൈറ്റ് ലാൻഡിങ് താഴത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ ഓ സൈമൾട്ടേനിയസ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഓ ഇത്തരത്തിൽ നിങ്ങൾ മല കയറുക. 5 മലയുടെ ധീവനാണ് അയ്യപ്പൻ. അവിടെ അഴുതമലയും കരിമലയും നീലിമലയും ശബരിമലയും ഒക്കെ പെടും. അത്തരത്തിലുള്ള മലകളെല്ലാം തന്നെ കയറുന്ന പോലെ നിങ്ങൾ ദൈനംദിനം കയറുക. മാനസികമായിട്ടൊരു വ്യായാമമായി മാറട്ടെ ശബരിമല കയറ്റം. അത്യുന്നത നിലവാരം പുലർത്തുന്ന അവസ്ഥയിലേക്ക് കടന്നു കയറാൻ ആ വ്യായാമം കൊണ്ട്, മാനസികമായിട്ടുള്ള വ്യായാമം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നിരന്തരം നിങ്ങൾ ജപിക്കുക. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. കൊട്ടാരം ശാസ്താക്ഷേത്രം ചേർത്തല, അവിടെ വാസ്തവത്തിലൊരു ശക്തമായിട്ടുള്ള സത്രം പണ്ട് നടന്നപ്പോൾ അവിടെയുള്ള സ്ത്രീജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇട്ടുകൊടുത്ത മന്ത്രം ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഇന്നും അവർ കുടുംബങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ ശാസ്താവിനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നത് ഓം നമോ ഭഗവതേ ഭൂതനാഥായ. നമുക്കും അത് ജപിച്ച് പഠിക്കാം, ജപിച്ച് ശീലിക്കാം. ശബരിമലയിൽ പോകണമെന്നില്ല, അവിടെ ചെന്നാലും ചെന്നില്ലെങ്കിലും ദൈനംദിനം നമ്മുടെ വീട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് മനസ്സിലെ ഏകാഗ്രതയെല്ലാം തന്നെ സമ്പാദിച്ചുകൊണ്ട് ജപിക്കുക. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. ധർമ്മശാസ്ത്ര സങ്കല്പം നമ്മുടെ ക്ഷേത്രത്തിലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കട്ടെ. ധർമ്മമെല്ലാം തന്നെ സ്വധർമാനുഷ്ഠാനത്തിനെല്ലാം തന്നെ തങ്കം തള്ളമായി സംരക്ഷകനായിട്ട് ഈ ശാസ്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ചോറ്റാനിക്കര ഭഗവതിയെ എഴുന്നള്ളിക്കുമ്പോൾ കൂടെ ശാസ്താവിനെ എഴുന്നള്ളിക്കുന്നൊരു പതിവ്, നിത്യമുള്ള ആറാട്ടിന് ഭഗവതി എഴുന്നള്ളുമ്പോൾ കൂടെ ശാസ്താവ് എഴുന്നള്ളുന്ന രീതി, സംരക്ഷകൻ, എല്ലാ തരത്തിലും അംഗരക്ഷകൻ, സംരക്ഷകൻ എന്നുള്ള രീതിയിൽ ഗോപ്ത്രയെ. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി എന്ന് പറയാറുണ്ട്. ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, ഗോപ്ത്രേ ഈ മന്ത്രത്തിലും സംരക്ഷകൻ. അപ്പോൾ എല്ലാ തരത്തിലും അദ്ദേഹം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഈശ്വരഭാവത്തെ ആർജിക്കാനുള്ള ശ്രമം ഇതിലൂടെ നടക്കട്ടെ, തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വർഷവും അയ്യപ്പനെ സംശീകരിക്കാനുള്ള ഈ പ്രവണത വെച്ച് പുലർത്തുന്ന സത്രം നടത്താൻ ഇടവരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമിയേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സദാശിവായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം സഖനാ ഭവതു സഖനോ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ.
ഓം ശാന്തി ശാന്തി ശാന്തി.